നമ്മുടെ മൂന്നാമത്തെ ദശമഹാവിദ്യയായിട്ട് പറയപ്പെടുന്നത് എന്താണ്? ഷോഡശി, മഹാഷോഡശി അല്ലെ, അല്ലെങ്കിൽ ത്രിപുര സുന്ദരി എന്നാണ്. അപ്പൊ ഇത് ആ മൂന്നാമത്തെ മഹാവിദ്യ ആയതുകൊണ്ട് തന്നെ എന്താ പറയാ, സിദ്ധവിദ്യകളിൽ ഉൾപ്പെടുന്ന തത്വമാണ്. ദശമഹാവിദ്യകളിലെ മൂന്നാമത്തെ മഹാവിദ്യയെ നമ്മൾ ഷോഡശി എന്ന് പറയുന്നു. എന്തുകൊണ്ടാ പഞ്ചദശി എന്ന് പറയാത്തത്? പഞ്ചദശി എന്ന് തന്നെ ആ ഒരു എന്താ പറയാ ശ്രീവിദ്യ എന്ന് പറയുന്നതിന് പകരം ദേവിയെ തന്ത്രശാസ്ത്രങ്ങളിലെ 16 അക്ഷരമുള്ള ആ ഷോഡശി മന്ത്രത്തിന്റെ സ്വരൂപമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഷോഡശി എന്ന് പറയുന്നത്. സാധാരണ ദശമഹാവിദ്യകൾ പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഉയർന്ന തലം, ഇപ്പൊ പഞ്ചദശി എന്ന് പറയുകയാണെങ്കിൽ 15 അക്ഷരമുള്ള എന്താ പ്രപഞ്ച സ്വരൂപിണിയായിരിക്കുന്ന ശ്രീചക്രത്തിന്റെ അധിഷ്ഠാന ദേവതയായിരിക്കുന്ന അതേ ദേവി തന്നെയാണ് 16 വയസ്സുള്ള കുട്ടിയായിട്ട് വരുമ്പം ഷോഡശി എന്ന് പറയുന്നത്. മഹാഷോഡശി എന്ന് പറയുമ്പോൾ 28 ബീജമന്ത്രങ്ങളോട് കൂടിയ ആ ഒരു തലത്തിലേക്ക് മാറും. അത് ഓരോ പരമ്പരയുടെ വ്യത്യാസം അനുസരിച്ച് ആ തത്വങ്ങൾ മാറുന്നു മാത്രമേ ഉള്ളൂ. ഷോഡശി എന്ന് പറഞ്ഞാലും പഞ്ചദശി എന്ന് പറഞ്ഞാലും വലിയ വ്യത്യാസമില്ല. രണ്ടിന്റെയും ആ സാധകന്റെ നിലയനുസരിച്ച്, അവന്റെ ആ ഉപാസകന്റെ എന്താ പറയാ ആ ബോധ തലം അനുസരിച്ച് ഷോഡശി മന്ത്രത്തിന് വേറൊരു തലം കൊടുക്കാറുണ്ട്. കാരണം പഞ്ചദശി ഉപാസിച്ച് ഒരു തലം എത്തിയ ഒരാൾക്ക് മാത്രമേ മഹാഷോഡശിയെ ഉപാസിക്കാൻ അർഹതയുള്ളൂ എന്ന് തന്ത്രശാസ്ത്രം പറയുന്നു. അപ്പൊ പരാഭട്ടാരികയായിരിക്കുന്ന ലളിതാ മഹാത്രിപുര സുന്ദരിയുടെ വേറൊരു ഭാവമാണ് ഷോഡശി. രണ്ടും തമ്മില് ഒന്നും വ്യത്യാസമില്ല. അപ്പോ ചൈതന്യ രൂപിയായിരിക്കുന്ന ചിച്ചക്തിയാണ് ലളിതാദേവി. ദശമഹാവിദ്യകളില് ലളിതാദേവി എന്ന് പറഞ്ഞാല് ബ്രഹ്മവിദ്യയാണ്. അപ്പൊ ലലനം ചെയ്ത് പരിപാലിക്കുന്നത് കൊണ്ട്, വാത്സല്യത്തോടെ വിളയാടുന്നത് കൊണ്ട് എല്ലാ ലോകങ്ങൾക്കും അതീതയായിട്ടിരിക്കുന്ന ദേവി ഇപ്പൊ ലളിത എന്നുള്ള നാമത്തില് അറിയപ്പെടുന്നു. ഇപ്പൊ ലോകാൻ അതീത്യ ലലതേ ഇതി ലളിത. തന്നെ സേവിക്കുന്നവരെ ഭക്തന്റെ ക്ഷേമത്തിനായിട്ട് സദാ വിളയാടുന്നവളാണ് ലളിതാദേവി. അപ്പോ തന്റെ ഭക്തർക്ക് എന്താ പറയാ ആ ഒരു ഭക്ത മാനസ ഹംസികയായിട്ട് ഭക്തർക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്ന ദേവിയാണ് ലളിതാദേവി എന്നർത്ഥം. അപ്പൊ എല്ലാ വിദ്യകളുടെയും ആരാധനകളുടെയും ലക്ഷ്യമായിട്ടും പുരുഷൻ സ്ത്രീ എന്നീ ലിംഗഭേദമില്ലാതെ സംസാര സാഗരത്തിൽ ഉഴലുന്നവരെ തോണിയായിട്ട് രക്ഷിക്കുന്നവളായിട്ട് പരിലസിക്കുന്നത് കൊണ്ട് ലളിത എന്ന് നമുക്ക് ദേവിക്ക് പേര്. അപ്പോ സദാ പ്രകീർത്തിക്കപ്പെടുന്നു എന്ന ഏത് പേരാണ്? ലളിത അല്ലെ. ദേവിക്ക് വേറെ ഒരുപാട് പേരുകളുണ്ട്, എങ്കിലും അറിയപ്പെടുന്നത് ഈ 3 പ്രപഞ്ചത്തിലും, അതായത് നമ്മുടെ ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകളിലെല്ലാം തന്നെ സാക്ഷിഭൂതമായിട്ട് തന്റെ ഭക്തനെ അല്ലെങ്കിൽ ആ ജീവനെ, എല്ലാവരുടെ ഉള്ളിലും ദേവിയുണ്ട്. ഇനി ഭജിക്കുന്നവരുടെ ഉള്ളിലുമുണ്ട്, ഭജിക്കാത്തവരുടെ ഉള്ളിലുമുണ്ട് ഇല്ലേ. അപ്പൊ സാക്ഷിഭൂതമായിട്ട് ആ ഇരിക്കുന്ന ശക്തിയെ നമ്മൾ ലളിത എന്ന് പറയുന്നു. ലളിതാദേവിക്ക് അനേക നാമധേയങ്ങളില് ത്രിപുര സുന്ദരി, ഷോഡശി, കാമേശ്വരി, ത്രിപുര എന്നിങ്ങനെ എന്നിവയാണ് പല പേരുകള്. നിത്യാദേവിയുടെ പേരുകളിലും ദേവി അറിയപ്പെടുന്നുണ്ട്. ഭഗമാലിനി, നിത്യക്ലിന്ന തുടങ്ങിയ ദേവിമാര്. അപ്പൊ നായികയായതുകൊണ്ട്, ആ തിഥി നിത്യ ദേവതയുടെ നായികയായതുകൊണ്ട് ദേവിയെ നിത്യ എന്നും അറിയപ്പെടുന്നു, മഹാനിത്യ. ഇപ്പൊ ലളിതാദേവിയുടെ മുഖ്യ മന്ത്രമായിരിക്കുന്ന ശ്രീവിദ്യാ മന്ത്രം 15 അക്ഷരങ്ങളോട് കൂടിയതാണ്. ശ്രീവിദ്യാ മന്ത്രത്തോട് ഹ്രീം, ആ ഒരു ശ്രീംകാരം കൂടി ചേർക്കുമ്പോൾ അത് ഷോഡശാക്ഷരി വിദ്യയായിട്ട് സാധാരണ ചില പരമ്പരകൾ കണ്ടെത്തും. ഓരോ പരമ്പര ഞാൻ പറഞ്ഞ പോലെ അക്ഷരങ്ങളുടെ ബീജങ്ങളുടെ വ്യത്യാസം അനുസരിച്ചാണ് ആ മഹാഷോഡശിയുടെ ആ ഒരു തലം മാറുന്നത്. ചിലയിടത്ത് 28 അക്ഷരം, ചിലയിടത്ത് 16, ചിലയിടത്ത് 18 ഉണ്ട്, 24 ഷോഡശി ഉണ്ട്. അപ്പോ സാധാരണഗതിയിൽ ശ്രീംകാരം ചേർക്കുമ്പോഴാണ് ഇതിനെ ഷോഡശി എന്ന് പറയുന്നത്. ഈ വിദ്യയുടെ അധിഷ്ഠാത്രി ആയിരിക്കുന്നതുകൊണ്ട് ഷോഡശി എന്ന ഈ ദേവി അറിയപ്പെടുന്നു. അപ്പൊ ദേവിക്ക് എന്നും 16 വയസ്സാണെന്ന് സങ്കല്പിക്കുകയാണ്. കാരണം 16 മഹാനിത്യകൾ, 15 നിത്യകളാൽ ചൂഴപ്പെട്ടിരിക്കുന്ന ദേവി മഹാനിത്യയായിരിക്കുന്ന 16ാമതിരിക്കുന്ന ദേവി അല്ലെ. ദേവിക്ക് എന്നും 16 വയസ്സാണ്. അതുകൊണ്ട് ദേവി ഷോഡശിയായിട്ട് തീർന്നു. അപ്പൊ ദേവന്മാര് ദേവിയോട് 16 വ്യത്യസ്ത രൂപങ്ങളെ സ്വീകരിക്കാൻ അഭ്യർത്ഥന ചെയ്തു. അതനുസരിച്ചാണ് ദേവി 16 രൂപങ്ങൾ കൈക്കൊണ്ടു. അതുകൊണ്ടാണ് ദേവിക്ക് ഷോഡശി എന്നുള്ള നാമം സിദ്ധിച്ചതെന്ന് പറയുന്നു. ഖണ്ഡാസുര വധത്തിന് ശേഷം ദേവി 16 പുരങ്ങളാണ് നിർമ്മിച്ചത് ഇല്ലേ. 9 ഭൂമിയിലും ബാക്കിയുള്ള ആ ഒരു 7 സമുദ്രത്തിലും. അങ്ങനെയും ദേവിക്ക് 16 തലങ്ങളെന്ന് പറയുന്നു. 16 കാമേശ്വരന്മാരായിട്ട് 16 പുരങ്ങളില് ദേവി ഇരുന്ന് ഈ പ്രപഞ്ചത്തെ പരിപാലനം ചെയ്യുന്നു എന്ന് കഥ. അപ്പൊ ദേവിയുടെ ഭർത്താവ് കാമേശ്വരനായിരിക്കുന്ന ശിവനാണ്.
കാമേശ്വരൻ കാമേശ്വരിമാർ വിശ്വകർമാവും മയനും ചേർന്ന് നിർമ്മിച്ച ശ്രീപുരം എന്ന നഗരത്തിലെ തേജോമയമായിരിക്കുന്ന ലോകത്ത് വസിക്കുന്നു. അവിടെ അവരുടെ ഗൃഹത്തിന്റെ പേര് ചിന്താമണി ഗൃഹം എന്നാണ്. അപ്പൊ ചരാചരാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവനും ശിവശക്തിമാരാണെന്നും കാമേശ്വരന്മാരുടെ സമ്മേളനത്തിലെ പരിണിത ഫലമാണെന്നും കാമേശ്വരീമാരുടെ പുത്രിയാണ് ബാലാദേവി എന്നും സങ്കല്പം. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മള് എന്താ പറയാ ലളിത ഉപാഖ്യാനത്തിൽ പറയപ്പെടുന്നത്. അപ്പൊ ലളിതാ നാമധേയത്തിനൊപ്പം തന്നെ പ്രസിദ്ധമാണ് ത്രിപുരസുന്ദരി എന്നുള്ള നാമധേയവും. ദേവിയുടെ ത്രിപുരസുന്ദരി, ലളിത, ഇതെല്ലാം കാമേശ്വരി, ഇതെല്ലാം തന്നെ ഒരാളുടെ പേരാണ്. പല പല അവസരങ്ങളില് പല പല കാരണങ്ങൾ കൊണ്ടാണ് ഈ നാമം സിദ്ധിച്ചതെന്നർത്ഥം. പാശം, അങ്കുശം, കരിമ്പിൻ വില്ല്, പുഷ്പബാണങ്ങൾ എന്നിവ ധരിച്ച് പഞ്ചബ്രഹ്മാസനത്തിൽ ആസനസ്ഥയായിരിക്കുന്ന വിധമാണ് ദേവിയെ ചിത്രീകരിക്കുന്നത്. ബ്രഹ്മാവ്, രുദ്രൻ, വിഷ്ണു, ഈശ്വരൻ എന്നീ 4 കാലുകളോടുകൂടി സദാശിവനാകുന്ന പലകയോടുകൂടി ദിവ്യ മഞ്ചമാണ് പഞ്ചബ്രഹ്മാസനം എന്ന് പറയുന്നത്. ലക്ഷ്മി ദേവി, സരസ്വതി ദേവി, ലളിത ഇവര് രണ്ടുപേരും ലളിതാദേവിയുടെ ഇരു പാർശ്വങ്ങളായിട്ട് നിന്ന് ചാമരം വീശുന്നു. അഭൗമമായിരിക്കുന്ന സൗന്ദര്യത്തോടുകൂടി സിന്ദൂര വർണ്ണമാർന്ന സഹസ്ര സൂര്യ ശോഭയോടുകൂടി പരിലസിക്കുന്ന ശക്തി സ്വരൂപിണിയായിരിക്കുന്ന ലളിതാദേവിയെ വർണ്ണിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും അഷ്ടദശ മഹാപുരാണങ്ങളിൽ ഒന്നായിരിക്കുന്ന ബ്രഹ്മാണ്ഡ പുരാണത്തില് ഉത്തരഭാഗത്തിൽ ഉൾപ്പെട്ടതാണ് ലളിതാദേവിയുടെ മഹാത്മ്യങ്ങൾ വർണ്ണിക്കുന്ന ലളിതോപാഖ്യാനം. അവിടെ നിന്നാണ് നമുക്ക് ഈ ദേവിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്നത്. ലളിതോപാഖ്യാനത്തിന്റെ കഥാസംഗ്രഹം ഇങ്ങനെയാണ്. ഹയഗ്രീവ മഹർഷി അഗസ്ത്യമുനിക്ക് ദേവിയുടെ ചരിതം വിവരിച്ചു കൊടുക്കുന്നു. ശിവന്റെ നേത്രാഗ്നിയിൽ നിന്ന് കാമേശ്വരൻ എരിഞ്ഞ് ചാമ്പലായി. ശിവപാർഷദനായിരിക്കുന്ന ചിത്രസേനൻ ചാമ്പലിൽ നിന്ന് ഒരു മനുഷ്യരൂപം സൃഷ്ടിച്ചു. ശിവ പ്രസാദത്താൽ ആ രൂപം ഒരു അസുരനായിട്ട് തീരുകയും ചെയ്തു. 60,000 വർഷം ആയുസ്സും ശത്രുവിന്റെ പാതി ബലവും മറ്റു വരങ്ങളും നൽകി ശിവൻ ആ അസുരനെ അനുഗ്രഹിച്ചു. ഇത് കണ്ട് ബ്രഹ്മദേവൻ ഭണ്ഡ് എന്നിങ്ങനെ ആക്രോശിക്കുകയും അന്നു മുതൽ ആ അസുരന്റെ പേര് ഭണ്ഡാസുരൻ എന്നായി തീരുകയും ചെയ്യുന്ന പ്രഖ്യാതമായി. ഭണ്ഡാസുരൻ അസുരശില്പിയായിരിക്കുന്ന മയനെ കൊണ്ട് ശോണിതപുരം എന്ന് പറയുന്ന ഒരു തലസ്ഥാനത്തെ തീർത്ത് ശുക്രാചാര്യരെ ആചാര്യനാക്കിയും ആ വിശുക്ര വിഷങ്കന്മാരെ മന്ത്രിമാരാക്കിയും ഭരണം ആരംഭിച്ചു. കുറഞ്ഞ കാലത്തിനിടയിൽ ഭണ്ഡാസുരൻ സമസ്ത ലോകങ്ങളും കീഴടക്കി മതോന്മത്തനായിരിക്കുന്ന ഭണ്ഡനും പരിവാരങ്ങളും ഭോഗലോലുപരായിട്ട് 60,000 വർഷങ്ങൾ പിന്നിട്ടത് അറിഞ്ഞില്ല. അങ്ങനെ ഭണ്ഡാസുരനെ വധിക്കാനായിട്ട് ദേവാദികൾ ഒരു മഹായാഗം നടത്തുകയും ആ യാഗാഗ്നിയിൽ നിന്ന് കോടി സൂര്യപ്രകാശത്തോടുകൂടി ലളിതാദേവി അവതരിക്കുകയും ചെയ്തു. ദേവിയെ ഇന്ദ്രാദികള് ലളിതാ സ്തവരാജം ചൊല്ലി സ്തുതിച്ചു എന്നാ പറയുന്നത്. ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ലളിതാദേവി ഭണ്ഡാസുരനെ നിഗ്രഹിക്കാമെന്ന് സമ്മതിച്ചു. തുടർന്ന് ലളിതാദേവിയുടെ വിവാഹം നടക്കുന്നു. കാമേശ്വരനായിരിക്കുന്ന ശിവനാണ് ദേവിയെ വിവാഹം ചെയ്തത്. കന്യകയായിരിക്കുന്ന ലളിതാദേവിയുടെ സഹോദര സ്ഥാനത്ത് നിന്ന് വിവാഹം നടത്തിയത് മഹാവിഷ്ണുവാണ്. അന്നു മുതൽ ദേവി വിഷ്ണു സഹോദരി എന്നുള്ള നാമത്തില് അറിയപ്പെട്ടു തുടങ്ങി. ലളിത കാമേശ്വരന്മാരെ കുസുമാകാരം എന്ന് പറയുന്ന ദിവ്യ വിമാനത്തിലിരുത്തി ബ്രഹ്മാദി ദേവതകളെ ത്രൈലോക്യ ചക്രവർത്തിനിയായിട്ട് അഭിഷേകം ചെയ്തു. ഭണ്ഡാസുര നിഗ്രഹത്തിനായിട്ട് ദേവി തയ്യാറെടുക്കുന്നു. ദേവിയിൽ നിന്ന് അനേക ശക്തികൾ ഉത്ഭവിച്ചു. ദേവിയുടെ അങ്കുശത്തിൽ നിന്ന് പാടല വർണ്ണത്തോടുകൂടി സമ്പൽക്കരി ദേവിയും പാശത്തിൽ നിന്ന് അശ്വാരൂഢ ദേവിയും ഉത്ഭവിച്ചു. ലളിതാദേവിയുടെ സൈന്യാധിപതിയായിരിക്കുന്ന ദണ്ഡനാഥ ദേവിയായിരുന്നു. ദണ്ഡനാഥ ദേവിയുടെ രഥം കിരിചക്ര രഥം എന്നാണ് അറിയപ്പെടുന്നത്. ലളിതാംബികയുടെ മന്ത്രിസ്ഥാനം മന്ത്രിണി ദേവിയായിരുന്ന മാതങ്കി എന്ന് പറയുന്ന രാജശ്യാമളയ്ക്കായിരുന്നു. മന്ത്രിണി ദേവിയുടെ രഥം ഗേയചക്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മന്ത്രിണി ദേവിയുടെ കയ്യിലെ ശുഖത്തിൽ നിന്ന് ധനുർവേദ പുരുഷൻ ഉത്ഭവിച്ചു. ചിത്രജീവം എന്ന വില്ല് അമ്പൊടുങ്ങാത്ത 2 ആവനാഴികളെ ലളിതാംബികയ്ക്ക് സമർപ്പിച്ചു എന്ന് കഥ. ലളിതാദേവി തന്റെ ശ്രീചക്രരാജ രഥത്തില് സന്നദ്ധയായിട്ട് നിലകൊണ്ടു. ആ ഭണ്ഡാസുര സൈന്യവും ലളിതാംബികയുടെ സൈന്യവും തമ്മിൽ ഘോര യുദ്ധം നടന്നു. ഭണ്ഡാസുര പുത്രന്മാരെ ലളിതാദേവിയുടെ പുത്രിയായിരിക്കുന്ന ബാലാദേവി നിഗ്രഹിച്ചു. മന്ത്രിണി ദേവി ബ്രഹ്മശിരസ് എന്ന ഉഗ്ര ആയുധം കൊണ്ട് വിശുക്രനെയും ദണ്ഡനാഥ ദേവി ഉലക്ക കൊണ്ട് വിഷങ്കനെയും നിഗ്രഹിച്ചു. ഒടുവിലെ ലളിതാദേവിയും ഭണ്ഡാസുരനും തമ്മിലുള്ള ഘോര യുദ്ധം ആരംഭിച്ചു. യുദ്ധം 4 ദിവസം നീണ്ടുനിന്നു. 4-ാം ദിവസം സന്ധ്യയോടുകൂടി കാമേശ്വരാസ്ത്രം പ്രയോഗിച്ച് ലളിതാദേവി ഭണ്ഡാസുരനെയും ശോണിതപുരം എന്ന് പറയുന്ന നഗരത്തെയും ഭസ്മമാക്കി.
ദേവാദികള് ദേവിയെ സ്തുതിച്ചു. ദേവി കാമദേവനെ അനങ്കനായിട്ട് പുനരുജ്ജീവിപ്പിച്ചു. അതുകൊണ്ട് പാർവതി പരമേശ്വര വിവാഹം നടക്കുകയും സുബ്രഹ്മണ്യൻ താരകാസുരനെ നിഗ്രഹിച്ച് ദേവകളെ സംരക്ഷിക്കുകയും ചെയ്തു. അപ്പൊ ലോക നന്മയ്ക്കായിട്ട് ദേവി നിത്യവും കാഞ്ചിയില് കുടികൊള്ളണമെന്ന് ബ്രഹ്മാവ് അഭ്യർത്ഥിച്ചു. ബ്രഹ്മാവിന്റെ അഭ്യർത്ഥന സ്വീകരിച്ചുകൊണ്ട് ലളിതാംബിക കാമാക്ഷി രൂപത്തില് ദേവി ആദ്യമായിട്ട് പ്രപഞ്ചത്തില് ഭൂമിയില് ലളിതാ ത്രിപുരസുന്ദരി പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് കാഞ്ചി കാമാക്ഷി. അവിടെ കാമാക്ഷി രൂപത്തിലെ കാഞ്ചിയിൽ കുടികൊണ്ടു. കാ എന്ന് പറഞ്ഞാൽ സരസ്വതി, മാ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി, അല്ലെ? ഇവര് അക്ഷികളിൽ നിന്ന് ജനിച്ചത് കൊണ്ട് തന്റെ വലത് കണ്ണും ഇടത് കണ്ണും ലക്ഷ്മി സരസ്വതിമാരായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ദേവിക്ക് കാമാക്ഷി എന്നുള്ള നാമം ഉണ്ടായി. ലളിത ഉപാഖ്യാനത്തിലെ ശ്രീചക്ര മഹിമയെ കുറിച്ച് പറയുന്നുണ്ട്. ദേവിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ദേവതമാരെ കുറിച്ചുണ്ട് പറഞ്ഞിട്ടുണ്ട്. ദേവിയുടെ ആവാസമായിരിക്കുന്ന ശ്രീപുരത്തെയും കാഞ്ചിയുടെയും കാമാക്ഷിയുടെയും മഹാത്മ്യത്തെ കുറിച്ചും വിശദമായിരിക്കുന്ന വർണ്ണനകളുണ്ട്. ഇതെല്ലാം തന്നെ ലളിതോപാഖ്യാനത്തില് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അനേകം പ്രാവശ്യം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വീണ്ടും 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 ദേവിയുടെ എല്ലാ കാര്യത്തെക്കുറിച്ചും, ദേവി അവതാരം മുതല് ദേവിയുടെ വൈഭവം, ലളിതാ സഹസ്രനാമം, ദേവിയുടെ 14 തരത്തിലുള്ള ആ വൈഭവങ്ങളെല്ലാം തന്നെ ഭണ്ഡാസുര വധത്തിനായിട്ട് ആവിർഭൂതയായിരിക്കുന്ന ദേവി എങ്ങനെയാണ് ശിവശക്തി ഐക്യ രൂപിണിയായിട്ട് തീർന്ന സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ എല്ലാം കുറിച്ച് വിശദമായിട്ട് നമ്മൾ ലളിതാ ഉപാസകരെന്നുള്ള നിലയിൽ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും വളരെ എന്താ പറയാ പെരിഫറിയിൽ നിന്നുകൊണ്ട് നമ്മൾ ദശമഹാവിദ്യകളിൽ ഒന്നായിരിക്കുന്ന ഈ ലളിതാ ത്രിപുര സുന്ദരിയെ അറിയണം. അല്ലാതെ നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. കാരണം ഇതില് 10 വിദ്യകളില് ഏറ്റവും ഉയർന്ന, നമുക്കിതിലെ ഉയർന്നതും താഴ്ന്നതും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവനവന് ഉപാസനാ ദേവതയാണ് ഏറ്റവും ഉയർന്നത്, അല്ലെ? ഇനി ഏത് മഹാവിദ്യകളെ നമ്മൾ എടുത്താലും നമ്മുടെ ഉപാസ്യ ദേവതയാണ് നമുക്ക് ഉയർന്നത്. ഇതിലെ 10 വിദ്യകളിലെ ലളിതാ മഹാത്രിപുര സുന്ദരി എന്ന് പറയുന്ന ദേവി ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നു. അപ്പൊ ദേവിയുടെ എന്താണ് ശ്രീചക്രം? പരാശക്തിയുടെ പ്രതീകമായിട്ട് കരുതിപ്പോകുന്ന ശ്രീചക്രം ശ്രീവിദ്യ ഉപാസനയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ത്രിപുരസുന്ദരിയുടെ സ്ഥൂല രൂപത്തെയാണ് ശ്രീചക്രമായിട്ട് പറയപ്പെടുന്നത്. അപ്പൊ ശ്രീചക്രത്തിന്റെ ഘടന ഇപ്രകാരമാണ്: ബിന്ദു, ത്രികോണ, വസുകോണ ദശാരയുഗ്മം, മന്വശ്രം, നാഗദള സംയുത ഷോഡശാരം, വൃത്തത്രയം ച ധരണി സദനത്രയം ച ശ്രീചക്രമേ ഏകം ഉദിതം പരദേവതായ. ബിന്ദു, ത്രികോണം, അഷ്ടകോണം, അന്തർദശാരം, ബഹിർദശാരം, ചതുർദശാരം, അഷ്ടദള പത്മം, ഷോഡശദള പത്മം, വൃത്തത്രയം, ഭ്രൂപുരത്രയം, ഇത് ചേർന്നതിനെയാണ് നമ്മൾ ശ്രീചക്രം എന്ന് പറയുന്നത്. നടുവില് ബിന്ദുവിന് ശേഷം മുകളിലേക്ക് 4-ഉം താഴേക്ക് 5-ഉം ത്രികോണങ്ങളെ പരിച്ഛേദിക്കുമ്പോൾ അതിൽ 43 ത്രികോണങ്ങൾ ഉണ്ടാകും. ഇതിന് ചുറ്റും 8-ഉം 16-ഉം താമരദളങ്ങളോടുകൂടിയ 2 ചക്രവും അവയെ ചുറ്റിപ്പറ്റി 3 വൃത്തങ്ങളും 4 വശത്തേക്ക് തുറക്കുന്ന 4 ഭൂപരങ്ങളോടുകൂടിയ ചതുരശ്രം, ഇതാണ് ശ്രീചക്രം. ഇതൊന്ന് വിഭാവന ചെയ്താൽ തന്നെ ഒരു ജീവന്റെ സൂക്ഷ്മ ശരീരത്തിലെ പാപങ്ങളെല്ലാം നീങ്ങുമെന്ന് തന്ത്രശാസ്ത്രം പറയണു. ഇപ്പൊ ലോഹത്തകിടിലെ ശ്രീചക്ര രചന നടത്തുന്നതിനെ ഭൂപ്രസ്ഥാനം എന്ന് പറയണു. ഇനി ത്രിമാനതലത്തില് ലോഹ നിർമ്മിതമായിരിക്കുന്ന ചക്രത്തെ മേരുപ്രസ്ഥാനം അല്ലെങ്കിൽ മേരു ചക്രം എന്ന് വിളിക്കുന്നു. ശ്രീചക്രത്തില് 9 ചക്രങ്ങള്, അവയ്ക്കെല്ലാം തന്നെ അധിഷ്ഠാത്രികളുണ്ട്, ചക്ര നായികമാരുണ്ട്, 9 ആവരണങ്ങളിലായിട്ട് 88 ആവരണ ദേവതകളുണ്ട്. ശ്രീചക്രത്തിന്റെ സമ്പൂർണ്ണ പൂജയിൽ ഈ ദേവതകളെ എല്ലാം ആരാധിക്കുന്നു. ഇതിനെയാണ് നമ്മൾ നവാവരണ പൂജ എന്ന് പറയുന്നത്. ഒരു ജീവൻ 9 ആവരണങ്ങളെ കടന്ന് നവദ്വാരേ പുരേദേഹി എന്നുള്ള തലത്തിൽ നോക്കുകയാണെങ്കിൽ ഈ നവദ്വാരങ്ങള് ഇതെല്ലാം 9 ഓപ്പണിങ്സ് ആണ് ഒരു മനുഷ്യ ശരീരത്തില്. ഇതെല്ലാം കടന്നെങ്കിൽ മാത്രമേ ബിന്ദുവിൽ ഇരിക്കുന്ന ശിവശക്തി ഐക്യരൂപിണിയായിരിക്കുന്ന പരമേശ്വരിയുടെ അടുത്ത് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. മണിദ്വീപ വർണ്ണന, മണിദ്വീപത്തിൽ എത്തിച്ചേരേണ്ട വഴി, ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് കണ്ടിട്ടുണ്ട്. ശ്രീചക്ര ഉപാസന ചന്ദ്രകലാ വിദ്യ എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? 16 കലകള് ദേവി തിഥിനിത്യ ദേവതകളായിട്ട് 16 കലകള് ദേവിയുടെ ആ ഒരു ബ്രഹ്മപീഠത്തിന് മുകളില് അതിന്റെ പുറത്തായിട്ട് ദേവി ഇരിക്കുന്ന മഹാവിദ്യാപീഠം എന്ന് പറയുന്ന ബിന്ദുപീഠം, അല്ലെ? അവിടെ 36 സോപാനങ്ങൾ ഉണ്ടെന്ന് കണ്ടു. 36 തത്വങ്ങളാണ്. ആ തത്വങ്ങളെ കടന്നു പോകുമ്പോൾ നമുക്ക് ദേവി ബിന്ദുപീഠത്തിന്റെ ചുറ്റുമായിട്ട് തിഥിനിത്യ ദേവതമാര്, ഈ പറയുന്ന ദിവ്യൗക സിദ്ധൗക മാനൗക ഗുരുക്കന്മാര്, അതിനുശേഷം ആ ഒരു ഹൃദയദേവി, ശിരോദേവി, ശിഖാദേവി എന്ന് പറയുന്ന 6 ദേവതമാര്, ഇവരെല്ലാവരും ചുറ്റപ്പെട്ടിട്ടാണ് ഈ ലളിതാ ത്രിപുര സുന്ദരി ഇരിക്കുന്നത്. അപ്പോ ശിവശക്തിയാത്മകം ജ്ഞേയം ശ്രീചക്രം ശിവയോർ വപുഹു എന്നാണ് പ്രമാണം. ശ്രീചക്രം ദേവിയുടെ ശരീരം അല്ല, ശിവന്റെ ശരീരമാണ്. ശിവനെയാണ് ദേവി ഈ ശ്രീചക്ര രൂപത്തിൽ ഈ ഭൂമിയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള രഹസ്യമാണ്. എന്താ രഹസ്യം?
ഒരു ജീവനെ ശിവനാക്കുക എന്നുള്ളതാണ് ശ്രീചക്രത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അല്ലെ. ഓരോ ജീവനും ശിവപദത്തെ അടയണം, മോക്ഷപദത്തെ അടയണം. മോക്ഷമായിട്ട് മോക്ഷരൂപിയായിട്ട് സഹസ്രാര പത്മത്തിലിരിക്കുന്ന ആ ഒരു ശിവനുമായിട്ട് മൂലാധാരത്തിലിരിക്കുന്ന കുണ്ടലിനി ശക്തിയായിരിക്കുന്ന പ്രാണശക്തിയെ ചേർക്കുമ്പോഴാണ് ശിവപദം എന്ന് പറയുന്നത്. അപ്പോ ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന എല്ലാം തന്നെ ശിവനാണ്. മാറ്റർ, എനർജി എന്ന് പറയുന്ന രണ്ട് ഫോമിലിരിക്കുന്ന രണ്ടും ശിവൻ തന്നെയാണ്. ശിവന്റെ മാനസം അല്ലെങ്കിൽ മനസ്സ്, അതാണ് പ്രാണശക്തിയായിട്ടിരിക്കുന്ന ത്രിപുരസുന്ദരി. ശിവൻ എന്ന് പറയുന്ന മാറ്റർ ആയിട്ട് ഈ കാണപ്പെടുന്ന നാമരൂപ പ്രപഞ്ചങ്ങളെല്ലാം തന്നെ ശിവന്റെ ശരീരമാണ്. അതുകൊണ്ടാണ് ശിവശക്തിയാത്മകം ജ്ഞേയം ശ്രീചക്രം ശിവയോർ വപുഹു എന്ന് പറയാൻ കാരണം. അപ്പോ ശിവശക്തിയാത്മകങ്ങളായിരിക്കുന്ന ശ്രീചക്രം ശിവശക്തിമാരുടെ ശരീരമാകുന്നു. ശ്രീവിദ്യ ഉപാസനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശ്രീചക്രം, മന്ത്രം, ദേവി. ഇത് മൂന്നും ഒന്നാണ്. ഇത് മൂന്നുമില്ലാതെ ശ്രീവിദ്യ ഉപാസന പൂർണ്ണമാവില്ല. ബിന്ദു ചക്രത്തെ നമ്മൾ സർവാനന്ദമയ ചക്രം എന്നാണ് വിളിക്കുന്നത്. ശ്രീചക്രത്തിന്റെ ഏറ്റവും പുറത്തുള്ള ആദ്യത്തെ ചക്രത്തെ നമ്മൾ ഭൂപുരം എന്ന് പറയുന്നു. ഈ ഭൂപുരത്തിന്റെ ഏറ്റവും പുറമേ ഉള്ള ആ ഒരു ഫലകത്തില് അണിമ, ഗരിമ, ലഖിമ, ഈശുത്വം, വശിത്വം, പ്രാകാമ്യം, മുക്തി, പ്രാപ്തി, സർവകാമ എന്ന 10 സിദ്ധിദേവതമാര് സ്ഥിതി ചെയ്യുന്നു. ഭൂപുരത്തിന്റെ രണ്ടാമത്തെ രേഖയില് ബ്രാഹ്മി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, മാഹേന്ദ്രി, ചാമുണ്ട, മഹാലക്ഷ്മി 8 അഷ്ടമാതൃക്കൾ സ്ഥിതി ചെയ്യുന്നു. ഭൂപരത്തിന്റെ മൂന്നാമത്തെ രേഖയില് സർവ സംക്ഷോഭിണി, സർവ വിദ്രാവിണി, സർവ ആകർഷിണി, സർവ വശങ്കരി, സർവോന്മാദിനി, സർവ മഹാങ്കുശ, സർവ കേജരി, സർവ ബീജ, സർവയോനി, സർവഗണ്ഡ എന്ന് പറയുന്ന 10 മുദ്രാദേവികളെ സ്ഥിതി ചെയ്യുന്നു. ഈ ഭൂപരത്തെയാണ് നമ്മൾ ത്രൈലോക്യ മോഹന ചക്രം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ വസിക്കുന്ന 28 ദേവതമാര് ചേർന്ന് അവരെ പ്രകട യോഗിനികൾ എന്ന് വിളിക്കുന്നു. ഇതിന്റെ നായികയാണ് ത്രിപുര. അങ്ങനെ രണ്ടാമത്തെ ആവരണമായിരിക്കുന്ന ഷോഡശദളത്തില് കാമാകർഷിണി, ബുദ്ധ്യാകർഷിണി, അഹങ്കാരാകർഷിണി, ശബ്ദാകർഷിണി, സ്പർശാകർഷിണി, രൂപാകർഷിണി, രസാകർഷിണി, ഗന്ധാകർഷിണി, ചിത്താകർഷിണി, ധൈര്യാകർഷിണി, സ്മൃത്യാകർഷിണി, നാമാകർഷിണി, ബീജാകർഷിണി, ആത്മാകർഷിണി, അമൃതാകർഷിണി, ശരീരാകർഷിണി എന്ന് 16 ദേവിമാരാണ് വസിക്കുന്നത്. ഇവരെ 16 കലകൾ എന്നാണ് പറയുന്നത്. ഈ ഗുണങ്ങളുടെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഈ ഗുപ്ത യോഗിനികൾ, അതായത് നമുക്കുള്ള 16 എന്താ പറയാ ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധാദികളിലൂടെ വരുന്ന കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും പുറകിലുള്ള ഗുണങ്ങള്, അതാണ് ശബ്ദം, സ്പർശം, രൂപം, രസം, ബുദ്ധി, അഹങ്കാരം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ഈ 16 ദേവതമാരെ ഗുപ്ത യോഗിനികൾ എന്ന് പറയുന്നു. സാധകന്റെ ആഗ്രഹങ്ങൾ പരിപൂർണമാക്കി കൊടുക്കുന്ന യോഗിനിമാരാണ് ഇവര്. അതുകൊണ്ട് സർവാശ പരിപൂരക ചക്രം എന്ന് ഇതിനെ പറയണു. ഇതിന്റെ നായിക ത്രിപുരേശിയാണ്. ഇതൊക്കെ ഒരു ജന്മത്തിൽ കേൾക്കുക എന്ന് പറയുന്നതിന് വളരെ പുണ്യമാണ് അല്ലെ. ഇന്ന് വെള്ളിയാഴ്ചയായിട്ട് അമ്മ ഒരു പൂർണ്ണമായിരിക്കുന്ന ശ്രീചക്ര സ്വരൂപിണിയായിട്ട് അമ്മയുടെ ഖഡ്ഗമാല ദേവികൾ ഉൾപ്പെടെ നമുക്ക് പറയാനും കേൾക്കാനും സാധിച്ചത് തന്നെ ഇന്ന് ത്രിപുരസുന്ദരി വന്നത് നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമായിട്ട് കരുതുകയാണ് ഞാൻ. കാരണം ഇത് നമ്മളൊരു എന്താ പറയാ ദേവിയെ പൂർണ്ണമായിട്ട് അനുസ്മരിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ തൃതീയ ആവരണമായിരിക്കുന്ന അഷ്ടദള പത്മത്തിൽ അനങ്ക കുസുമ, അനങ്ക മേഖല, അനങ്ക മദന, അനങ്ക മദനാതുര, അനങ്കരേഖ, അനങ്ക വേഗിനി, അനങ്കാങ്കുശ, അനങ്ക മാലിനി, ഇങ്ങനെ 8 ദേവതമാരാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ സർവ്വ സംക്ഷോഭണ ചക്രം എന്ന് പറയുന്നു. ഈ 8 ദേവിമാരെ ഗുപ്ത തര യോഗിനികൾ എന്നാണ് പറയുന്നത്. ഈ ചക്രത്തിന്റെ നായിക ത്രിപുര സുന്ദരിയാണ്. സർവ സൗഭാഗ്യദായക ചക്രം എന്നറിയപ്പെടുന്ന 14 ത്രികോണങ്ങളാണ് നാലാമത്തെ ആവരണത്തില്. ഇതില് സർവ സംക്ഷോഭിണി, സർവ വിദ്രാവിണി, സർവാകർഷിണി, സർവാഹ്ലാദിനി, സർവ സമൂഹിനി, സർവ സ്തംഭിനി, സർവഗ്രംഭിണി, സർവ വശങ്കരി, സർവരഞ്ജിനി, സർവോന്മാദിനി, സർവാർത്ഥ സാധിനി, സർവ സമ്പത്തിപൂരണി, സർവ മന്ത്രമയി, സർവദ്വന്ദ്വ ക്ഷയങ്കരി തുടങ്ങിയിട്ടുള്ള 14 ദേവതകള്. ഈ 14 ശക്തികളെ സമ്പ്രദായ യോഗിനികൾ എന്നാണ് പറയുന്നത്. ഈ ആവരണത്തിന്റെ ദേവത ത്രിപുരവാസിനിയാണ്. അപ്പൊ സർവാർത്ഥ സാധക ചക്രം എന്ന് വിളിക്കുന്ന 10 ത്രികോണങ്ങൾ ചേർന്ന 5ാമത്തെ ആവരണം സർവസിദ്ധിപ്രദ, സർവസമ്പത്പ്രദ, സർവപ്രിയങ്കരി, സർവമംഗളകാരിണി, സർവകാമപ്രദ, സർവ ദുഃഖ വിമോചിനി, സർവ മൃത്യുപ്രശംനി, സർവ വിഘ്ന നിവാരിണി, സർവാംഗ സുന്ദരി, സർവ സൗഭാഗ്യദായിനി തുടങ്ങി 10 യോഗിനികളാണ് ഇവിടെ വസിക്കുന്നത്. ഈ ദേവതകളെ കുളോത്തീർണ യോഗിനികൾ എന്നാണ് വിളിക്കുന്നത്. ഈ ആവരണത്തിന്റെ അതിദേവത ത്രിപുരാശ്രീ. ശ്രീചക്രത്തിന്റെ സർവരക്ഷാകരമെന്നും ആ സമസ്ത രക്ഷാകരമെന്നും അറിയപ്പെടുന്ന 6ാമത്തെ ആവരണം, ആ എന്താ പറയാ അന്തർദശാരം എന്ന് പറയുന്ന അതില് സർവജ്ഞ, സർവശക്തി, സർവൈശ്വര്യപ്രദ, സർവജ്ഞാനമയി, സർവവ്യാധി വിനാശിനി,
സർവാധാര സ്വരൂപ, സർവ പാപഹര, സർവാനന്ദമയി, സർവരക്ഷാസ്വരൂപിണി, സർവേപ്സിത ഫലപ്രദ എന്നുള്ള ദേവികൾ വസിക്കുന്നു. ഈ ദേവിമാരെ നിഗർഭ യോഗിനികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ചക്രത്തിന്റെ അധിഷ്ഠാന ദേവത ത്രിപുരമാലിനി എന്നുള്ള ദേവതയാണ്. ശ്രീചക്രത്തിന്റെ സർവ രോഗഹരം എന്നറിയപ്പെടുന്ന 8 ത്രികോണങ്ങൾ ചേർന്ന 7ാമത്തെ ആവരണത്തിലെ വശിനി, കാമേശ്വരി, മോദിനി, വിമല, അരുണ, ജയിനി, സർവേശ്വരി, കൗളിനി ഇങ്ങനെ 8 ദേവിമാര് വശിന്യാദി വാഗ്ദേവതകൾ എന്നുള്ള പേരിൽ രഹസ്യ യോഗിനികളായിട്ട് വസിക്കുന്നു. ഈ ചക്രത്തിന്റെ അധീശ്വരി ത്രിപുര സിദ്ധയാണ്. ശ്രീചക്രത്തിന്റെ 8ാമത്തെ ആവരണമായിരിക്കുന്ന സർവസിദ്ധിപ്രദ ചക്രം എന്നറിയപ്പെടുന്ന നടുവിലുള്ള ത്രികോണം, ഇതില് കാമേശ്വരി, വജ്രേശ്വരി, ഭഗമാലിനി എന്നുള്ള ത്രിമൂർത്തികൾ വസിക്കുകയാണ്. ഈ ചക്രത്തിൽ വസിക്കുന്ന ദേവതമാരെ പരാപര രഹസ്യ യോഗിനികൾ എന്നാണ് വിളിക്കുന്നത്. ത്രിപുരാംബയാണ് ഈ ചക്രത്തിന്റെ നായിക. ഈ ഒരൊറ്റ ത്രികോണം, അതായത് ഈ ഒറ്റ ത്രികോണത്തിന്റെ മുകളിലെ പാർശ്വഭാഗത്തിന്റെ മുകൾ ഭാഗത്തായിട്ട് മിത്രേശൻ, ഉഡ്ഡീശൻ, ഷഷ്ടീശൻ, ചര്യൻ എന്നീ 4 ഗുരുക്കന്മാർ. ഇപ്പോ ഈ കലിയുഗമാണ്. ഇതിന്റെ ചര്യാനാഥനായിട്ടിരിക്കുന്ന ദുർവാസാവ് മഹർഷിയാണ്, അല്ലെ? ചര്യാനാഥൻ. ഈ 4 ഗുരുക്കന്മാര് ഇവിടെയാണ് വസിക്കുന്നത്. ഇവരെ യുഗനാഥന്മാരെന്നാണ് വിളിക്കുന്നത്. ലോപാമുദ്ര, അഗസ്ത്യൻ, കാലതാപനൻ, ധർമാചാര്യൻ, മുക്തകേശേശ്വരൻ, ദീപകലാനാഥൻ, വിഷ്ണുദേവൻ, പ്രഭാകരദേവൻ, തേജോദേവൻ, മനോജദേവൻ, കല്യാണദേവൻ, രത്നദേവൻ, വാസുദേവൻ, ശ്രീരാമനന്ദൻ ഇവരെല്ലാവരും തന്നെ ആ ഗുരുക്കന്മാരായിട്ട് പറയാറുണ്ട്. ഇതുകൂടാതെ ത്രികോണത്തിന്റെ 3 പാർശ്വങ്ങളിലായിട്ട് കാമേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന്ന, ഭേരുണ്ട, വന്യവാസിനി, മഹാവജ്രേശ്വരി, ശിവദൂതി, ത്വരിത, കുലസുന്ദരി, നിത്യ, നീലപതാക, വിജയ, സർവമംഗള, ജ്വാലാമാലിനി, ചിത്ര തുടങ്ങിയിട്ടുള്ള 15 തിഥി നിത്യ ദേവതകൾ വസിക്കുന്നു. അപ്പൊ ഇതില് 16ാമത്തെ നിത്യയായിട്ട് മഹാഷോഡശിയായിട്ട് ദേവി മഹാനിത്യ എന്നുള്ള പേരില് അറിയപ്പെടുന്നു. ഇപ്പൊ ശ്രീചക്രത്തിന്റെ നടുവിലുള്ള ബിന്ദുവിന്റെ ചുറ്റുമുള്ള ഭാഗത്ത് ഹൃദയദേവി, ശിരോദേവി, കവചദേവി, ശിഖാദേവി, നേത്രദേവി, അസ്ത്രദേവി തുടങ്ങിയിട്ടുള്ള 6 ദേവിമാര് വസിക്കുന്നു. അപ്പോ ശ്രീചക്രത്തിന്റെ നടുവില് 9ാമത്തെ ആവരണമായിരിക്കുന്ന ബിന്ദുവിൽ ഇരിക്കുന്നവളും ബ്രഹ്മ, വിഷ്ണു, രുദ്ര, ഈശ്വര, സദാശിവന്മാരാകുന്ന പഞ്ചബ്രഹ്മരൂപത്തിലുള്ള ബിന്ദുപീഠത്തില് സർവാനന്ദമയ ചക്രം എന്ന് വിളിക്കപ്പെടുന്ന എന്താ പറയാ ആനന്ദമയ ചക്രത്തിൽ ഇരിക്കുന്ന മഹാത്രിപുരസുന്ദരിയായിരിക്കുന്ന ലളിതാദേവിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന ശ്രീപുരത്തിൽ ഇരിക്കുന്ന ചിന്താമണി ഗൃഹം ആണ്. ഈ പീഠത്തിലെ ദേവിയുടെ ഈ പീഠത്തെ മഹാപീഠം എന്ന് വിളിക്കുന്നുണ്ട്, ശ്രീപീഠം, പഞ്ചാശത് പീഠം എന്നൊക്കെ വിളിക്കാറുണ്ട്. ഈ ആവരണത്തിലെ ദേവതയാണ് നമ്മള് മഹാത്രിപുരസുന്ദരി, ലളിതാംബിക, മഹാകാമേശ്വരി, ശ്രീ രാജരാജേശ്വരി, ശ്രീവിദ്യ, ഇങ്ങനെ എല്ലാ പേരിലും അറിയപ്പെടുന്ന ഏകയായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാര കാരണമായിരിക്കുന്ന തിരോധാനം, അനുഗ്രഹം തുടങ്ങിയ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന പൂർണ്ണമായിരിക്കുന്ന പ്രപഞ്ച സ്വരൂപിണിയായിട്ടും പ്രപഞ്ചാതീതയും, അതാണ് പ്രപഞ്ചത്തെ അതിക്രമിച്ച് നിൽക്കുന്ന നിഷ്കള സ്വരൂപത്തോടു കൂടി കാമേശ്വരനിലെ ആ ഒരു പരമേശ്വരന്റെ ഉള്ളിലെ എന്താ പറയാ ആ ഒരു ഇച്ഛാശക്തിയായിട്ടിരിക്കുന്നതും ഇതേ ദേവി തന്നെയാണ്. ഇനി യഥാർത്ഥത്തിൽ ഈ ശ്രീചക്രം എന്ന് പറഞ്ഞാല് എന്താണ്? പ്രപഞ്ചമായിട്ട് തീർന്നതാണെന്ന് പറയുന്നു, അല്ലെ? ഇത് മനുഷ്യ ശരീരവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യ ശരീരവും ശ്രീചക്രവും രണ്ടല്ല. എന്തിനാണ് ദേവിയെ നമ്മൾ മനുഷ്യ ശരീരമായിട്ട് കണ്ട് ഉപാസിക്കുന്നത്? ഈ ശരീരത്തിലിരിക്കുന്ന എല്ലാം തന്നെ, ഈ പറയുന്ന എല്ലാ ആവരണങ്ങളും, ബൈന്ദവ സ്ഥാനം മുതൽ പാദം വരെയുള്ള എല്ലാം തന്നെ നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്നതാണ്. നമ്മൾ പുറത്ത് ശ്രീചക്ര രൂപത്തില്, മേരുവിന്റെ രൂപത്തില് ആരാധിക്കുന്നത്. ഇത് ആരാധിച്ച് ബാഹ്യമായിരിക്കുന്ന കൗളമാർഗത്തിൽ നമ്മൾ എല്ലാ പൂജകളും ചെയ്ത് പഞ്ചോപചാര തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ആവരണങ്ങളെയും തന്റെ ഷഡാധാരങ്ങളെ എല്ലാം മറികടന്നുകൊണ്ട് 9 ആവരണങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു. ആ ഒരു പ്രധാനപ്പെട്ട 6 ആവരണങ്ങൾ നമുക്ക് ആ ഒരു മനസ്തത്വം വരെ, അതായത് വിശുദ്ധി ചക്രം, ആജ്ഞാചക്രം വരെയെങ്കിലും ഒരു ജീവൻ സ്വന്തം പ്രയത്നം കൊണ്ട് കടന്നുപോയാൽ മാത്രമേ ദേവി സഹസ്രാര പത്മത്തില് ശിവശക്തി ഐക്യരൂപിണിയായിരിക്കുന്ന ലളിതാംബികയ്ക്ക് താഴോട്ട് വന്ന് അനുഗ്രഹം കൊടുത്ത ആ ജീവനെ തന്റെ ഈ പറയുന്ന പഞ്ചപീഠത്തിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് നമ്മൾ കണ്ടു ആ ഒരു എന്താ പറയാ തിരസ്കരണിയാകുന്ന മായ കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഈ പീഠം. അവിടെ ദേവി ആ പീഠത്തെ മാറ്റണമെങ്കിൽ 36 സോപാനങ്ങളാകുന്ന ശരീരബോധത്തെ 36 തത്വങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ശരീരത്തെ നമ്മൾ അതിക്രമിച്ച് മനസ്സ്, ബുദ്ധി, അഹങ്കാരമാകുന്ന ആ ഒരു എന്താ പറയാ ഒരു തലങ്ങളെല്ലാം കടന്ന് ആ കാമങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആ ശൃംഗാര പരിക കഴിഞ്ഞ് മാത്രമേ
ഒരു ജീവന് മഹാപത്മാടവിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാകൂ? മഹാപത്മാടവിയിൽ പ്രവേശിച്ച പോരാ, അവിടെയല്ല, മഹാപത്മാടവിൽ നിന്ന് ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. ആ 4 ആമ്നായങ്ങള്, 4 ആ ദേവിയുടെ ചിന്താമണി ഗ്രഹത്തിന്റെ 4 ആമ്നായങ്ങൾ ഇരിക്കുന്ന അനേക ദേവതമാര് നമ്മളെ അനുഗ്രഹിക്കണം. അതിലേതെങ്കിലും ഒരു ദേവി, ഇവരെല്ലാം തന്നെ ലളിതാ ത്രിപുര സുന്ദരിയുടെ എന്താ പറയാ ശിഷ്യരാണ്, അല്ലെങ്കിൽ ദേവിയെ ഉപാസിച്ച് കഴിയുന്നവരാണ്. അവിടെ ശ്യാമ, വാരാഹി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 2 ദേവതമാരുടെ അനുഗ്രഹം മേടിക്കണം. ആ ഒരു ചിതഗ്നി കുണ്ടത്തെ തൊഴണം. വാരാഹി ദേവിയുടെ കിരിചക്രത്തെ തൊഴുത് ശ്യാമാദേവിയുടെ ഗേയചക്രം പാടി പുകഴ്ത്തുന്ന ചക്രമാണ് ഗേയചക്രം. അവിടെ വന്ന് അവരെ രണ്ടുപേരെയും തൊഴുതിട്ട് 9 ആവരണങ്ങളെ നമസ്കരിക്കണം. 9 പടികൾ കയറാൻ ഇവരുടെ എല്ലാം അനുഗ്രഹം വാങ്ങിച്ച് 9 പടികളാകുന്ന ഷടാധാരങ്ങളെ കടന്ന് മുകളിലേക്ക് കയറി പോയി പറഞ്ഞ ഭൂപുരം മുതല് സർവാനന്ദമയ ചക്രം വരെ കടന്ന് നമ്മൾ ഈ പറയുന്ന ഗുരുക്കന്മാരുടെ ദിവ്യൗഖ മാനൗഖ സിദ്ധൗഖ ഗുരുക്കന്മാരുടെ അനുഗ്രഹം, തിഥിനിത്യ ദേവതകളുടെ ശിരോദേവി, ശിഖാദേവി തുടങ്ങിയ ന്യാസ ദേവതമാരുടെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയാലും വീണ്ടും നമ്മളൊരു എന്താ പറയാ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തിയാലും വീണ്ടും ഒരു പീഠം മറയ്ക്കപ്പെട്ടിരിക്കുകയാണ് തിരസ്കരണി കൊണ്ട്, കറുത്ത തിരശീല കൊണ്ട് മറച്ചിരിക്കുന്നതിനകത്താണ് സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരി കാമേശ്വര അംഗസ്ഥയായിട്ടിരിക്കുന്നത്. ആ തിരസ്കരണി മാറണമെങ്കിൽ ഈ പറയുന്ന വീണ്ടും 36 സോപാനങ്ങൾ കാണാം നമുക്ക്. ആ 36 സോപാനങ്ങള് ഈ ശരീരമാകുന്ന, അല്ലെങ്കിൽ ഈ പ്രപഞ്ചമാകുന്ന, പഞ്ചീകൃതമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയതാണെന്ന് നമ്മൾ അറിയണം. ഈ പ്രപഞ്ചത്തിലെ എല്ലാം തന്നെ 5 കാര്യങ്ങൾ ചേർന്നതാണ്. ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായി. പഞ്ചഭൂതേശ്വരനായിരിക്കുന്ന ശിവന്റെ വാമാങ്കത്തിലാണ് ദേവി ഇരിക്കുന്നത്. ആ ദേവിയെ കാണണമെങ്കിൽ ഈ 36 തത്വങ്ങളും, ഇത് വെറും കാണപ്പെടുന്നതാണ്, ദേവിയുടെ ഒരു ലീലയാണ്, ദേവി ഉണ്ടാക്കിയ പ്രപഞ്ചമാണ്, ഞാൻ ഈ പ്രപഞ്ചാതീതയായിരിക്കുന്ന ജീവനാണെന്ന് എപ്പോ ഒരു ജീവൻ തിരിച്ചറിയണോ, ഈ 36 സോപാനങ്ങളെ കടന്ന് അമ്മ ആ മഹാമായയാകുന്ന യവനിക തിരസ്കരണിയെ മാറ്റി ആ ജീവനെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അവിടെ എന്താ പറയാ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മഹാപീഠത്തിലെ കാമേശ്വരന്റെ അംഗത്തിലിരിക്കുന്ന ദേവിയെ നമുക്ക് കാണാം, ഇല്ലേ? താമ്പൂലം ചവച്ചുകൊണ്ട് മനോഹരിയായിട്ട് മന്ദഹസിച്ചുകൊണ്ട് തന്നെ അന്വേഷിച്ചു വന്ന ജീവനെ ദേവി എടുത്ത മടിയിൽ വെച്ച്, ആ ജീവന്റെ ആഗ്രഹം എന്താണെന്ന് ദേവിക്കറിയാം, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അവിടുന്ന് എണീറ്റ് ആ നിര്യതി കോണില് മഹാപ്രകാശമായിരിക്കുന്ന, ആ മോക്ഷസ്ഥാനമായിരിക്കുന്ന, തന്റെ പതിയായിരിക്കുന്ന ശിവന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ ജീവന്റെ ജനന മരണങ്ങൾ അവസാനിക്കുകയാണ്. ആ മുക്തിസ്ഥലം അതാണ് എന്ന് ജീവന് കാണിച്ചു കൊടുക്കണു ഈ ലളിതാ ത്രിപുര സുന്ദരി. അപ്പൊ ഈ അമ്മയാണ് നമ്മൾ ഉപാസിക്കുന്നത്. ഈ അമ്മയുടെ ഇതേ ലക്ഷ്യമായിരിക്കണം നമുക്ക് അമ്മയിൽ എത്തുക എന്ന് മാത്രമേ ജീവന് പറയാൻ പറ്റൂ. ശിവനിൽ എത്തുകയും എത്തിക്കാതിരിക്കുന്നതും ശിവജ്ഞാനപ്രദായിനിയായിരിക്കുന്നതും അമ്മ തന്നെയാണ്. അപ്പൊ നമുക്ക് അമ്മയാണ് എല്ലാം, അല്ലെ? അമ്മയോട് ചെയ്ത കുറ്റങ്ങളും നമ്മളെ ക്ഷമയെല്ലാം പറഞ്ഞ് പാപങ്ങൾ, ഓരോ ദിവസം ചെയ്യുന്ന പാപങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് എല്ലാം സർവം ലളിതാർപ്പണമസ്തു എന്ന് പറയുന്ന ഒരു ജീവന് ഒരിക്കലും താഴോട്ട് വരേണ്ടി വരില്ല. കുറച്ച് കഠിനമായിരിക്കാം ഈ പറയുന്ന ആധാര ചക്രങ്ങൾ എന്ന് പറയുന്ന ബോധതലത്തെ അതിക്രമിക്കാന്. ഇത് ബോധതലങ്ങളാണ്, ഇത് യോഗ ശരീരമാണ്, ഭോഗ ശരീരമല്ല. ഇവിടെ പടികളായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇതെല്ലാം നമ്മുടെ ബോധതലത്തിന്റെ വികാസം കൊണ്ട് സംഭവിക്കുന്നതാണ്. അല്ലാതെ ഇപ്പൊ ഈ ശരീരം വെട്ടിക്കേറി നോക്കിയാൽ സുഷുമ്ന നാഡി എന്ന് പറഞ്ഞൊരു നാഡിയും ഇടാപിംഗള എന്ന് പറയുന്ന സൂര്യചന്ദ്ര നാഡിയോ കുണ്ടലിനിയോ ഒന്നും ഒരു സാധാരണ ഒരു MBBS ഒരു സർജനോ കീറി നോക്കിയാൽ കാണാൻ പറ്റില്ല. ഇതൊക്കെ യോഗ ശരീരമാണ്. കാരണം ഇത് ഋഷിമുനിമാർ അവരുടെ തന്റെ ആ ഒരു തപസ്സിലൂടെ നേടിയെടുത്ത ആ മാന്ത്രിക, നമ്മുടെ ഓരോ ജീവനും കടന്നു. ഒരു ഡോക്ടർമാർക്കും ഇന്ന് ഈ ശരീരത്തിലിരിക്കുന്ന ജീവനെ കാണാനോ ശ്വാസത്തെ കാണാനോ പറ്റില്ല. ഇനി ഏത് ഉയർന്ന ക്യാമറകൾ ഉപയോഗിച്ചാലും ജീവശക്തി എവിടെയാണ്, ജീവൻ എന്താണെന്ന് ചോദിച്ചാൽ വ്യാപിച്ചു കിടക്കുന്ന ജീവൻ ശരീരം മൊത്തത്തില്, അല്ലെ? കാലിന്റെ അറ്റത്ത് വേദന എടുത്താലും തലമുടി പിഴുതാലും വേദന എടുക്കുന്നു. എന്താ കാര്യം? ജീവൻ ശരീരം മൊത്തം വ്യാപിച്ചു കൊടുക്കുന്നു. പക്ഷെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കുന്ന 6 ആധാരങ്ങൾ ഉണ്ടെന്ന് മാത്രം. അപ്പൊ അത് നമുക്ക് കാണാനോ ഒന്നും പറ്റില്ല, അത് അനുഭവിക്കാൻ മാത്രമേ പറ്റൂ. അപ്പൊ നമ്മുടെ ബോധതലം എത്രത്തോളം വികസിക്കുന്നോ, മൂലാധാരത്തിലെ ബ്രഹ്മാവിന്റെ അനുഗ്രഹം കൊണ്ട്, ആ ഒരു ബ്രഹ്മശക്തിയുടെ അനുഗ്രഹം കൊണ്ട് മൂലാധാരം എന്ന് പറയുന്ന സ്വാധിഷ്ഠാന ചക്രങ്ങളെ നമ്മൾ 2 ചക്രങ്ങളാണ്, അല്ലെ? അതിനെ എന്താ പറയാ ബ്രഹ്മഗ്രന്ഥി എന്ന് പറയുന്നു. നമ്മുടെ ആഗ്രഹങ്ങള്, കാമനകള്, നമ്മുടെ വിചാര വികാരങ്ങള്, ഞാന് എന്റേത് എനിക്കുള്ളത് എന്ന് പറയുന്ന ലിമിറ്റഡ് ആയിരിക്കുന്ന കോൺഷ്യസ് തലം. എടുത്തു മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബോധം, ഇതൊന്നും എന്റേതല്ല, എനിക്കായിട്ട് ഇവിടെ ഒന്നുമില്ല, ഈ തലം. അപ്പൊ ആ പാശത്തെ വിച്ഛേദിച്ചുകൊണ്ട് നമുക്ക് വിഷ്ണു ഗ്രന്ഥി, വ്യാപിച്ചു കിടക്കുന്നതാണ് സത്യം. ഈ സത്യമേ ഉള്ളൂ. ഈ വ്യാപിച്ചു കിടക്കുന്ന എല്ലാം ഈശ്വരനാണ്. ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നു എന്ന് പറയുന്ന ആ ഒരു വിഷ്ണു ഗ്രന്ഥിയെ ഭേദിക്കണം. അപ്പൊ തലം, 2ാമത്തെ തലം എത്തിയില്ല. ഈ 2 ചക്രങ്ങളെ അതിക്രമിച്ചു ആ ജീവൻ.
ഈ ചുമ്മാ അതിക്രമിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ജീവിക്കുക. അത് ബുദ്ധിയിൽ മനസ്സിലാക്കിയ പോരാ, നമ്മുടെ കാഴ്ചപ്പാടിൽ വരുന്ന മാറ്റം. അതാണ് വിഷ്ണു ഗ്രന്ഥി വിഭേദിനി. ആ വിഷ്ണു ഗ്രന്ഥിയെ ഭേദിച്ചുകൊണ്ട് അവസാനം ആ വിശുദ്ധി ആജ്ഞാചക്രങ്ങൾ, അതായത് പൂർണ്ണമായിരിക്കുന്ന സമർപ്പണത്തോടുകൂടി ശുദ്ധമായിരിക്കുന്ന ജീവൻ ആജ്ഞാചക്രത്തിൽ മനോതത്വത്തെ ലയിപ്പിച്ചുകൊണ്ട് ആ മനസ്സിനെ അതിക്രമിച്ചുകൊണ്ട് അവിടെ നിൽക്കാനേ ജീവന് പറ്റുള്ളൂ. അതിന് മുകളിലേക്ക് കയറാൻ പറ്റില്ല. അതിന് അനുവാദം ആര് കൊടുക്കണം? ഈ ദേവി കൊടുക്കണം. ശിവശക്തി ഐക്യ രൂപിണി കൊടുക്കണം. ആ ജീവനെ താഴോട്ട് വന്നു ആ നിശബ്ദതയുടെ 8 തലം 9 തലങ്ങള്, ഇതേപോലെ തന്നെ 9 തലങ്ങൾ ആജ്ഞാചക്രം കഴിഞ്ഞിട്ട് ആ ഒരു ബിന്ദു, അർദ്ധചന്ദ്രൻ, വ്യാപിനി, ഉന്മിനി, സമിനി തുടങ്ങിയിട്ടുള്ള ആ 9 നിശബ്ദ തലങ്ങളും കടന്നു വേണം നമ്മള് മഹാപത്മാടവിയിൽ ഈ പറഞ്ഞ ബിന്ദു ചക്രത്തിൽ പ്രവേശിക്കാൻ ഒരു ജീവൻ. നമുക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇതൊന്നും പുറമേ നടക്കുന്ന യാത്രയില്ല. ജീവയാത്രയിൽ നമ്മൾ കണ്ടു ആ ജീവൻ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് മാത്രമേ നമുക്ക് ലളിതാ ത്രിപുര സുന്ദരിയെ സാക്ഷാത്കരിക്കാൻ പറ്റൂ. പുറത്തുനിന്ന് പറ്റില്ല. ഇത് വളരെ നിശ്ചയമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പുറത്തല്ല അമ്മയുടെ മണിദ്വീപം, അമ്മയുടെ ചിന്താമണി ഗൃഹം പുറത്തല്ല. എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ പഞ്ചബ്രഹ്മാസന സ്ഥിതായി നമ. നമ്മുടെ ഓരോ ചക്രങ്ങളിൽ ഇരിക്കുന്ന ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രനൊക്കെയാണ് അമ്മയുടെ പഞ്ചബ്രഹ്മത്തിന്റെ കാലുകള്. സദാശിവനാകുന്ന വിശുദ്ധ ചക്രത്തിൽ ഇരിക്കുന്ന പലകയിലാണ് അമ്മ ഇരിക്കുന്നത്, പുറത്തല്ല. അപ്പൊ പഞ്ചഭൂത ശുദ്ധി വരുത്തണം നമ്മള്. ഈ മന്ത്രങ്ങളെല്ലാം ജപിക്കുമ്പോ തന്നെ ഭൂതശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? പഞ്ചഭൂതങ്ങൾ ശുദ്ധീകരിച്ചെങ്കിലേ അതാത് ആധാരങ്ങൾ ശുദ്ധമാവുള്ളൂ. ആ മൂലാധാരം പൃഥ്വിതത്വം, സ്വാധിഷ്ഠാനം ജലതത്വം, മണിപൂരകം അഗ്നിതത്വം, ആകാശതത്വം, അനാഹതം. വിശുദ്ധി ചക്രം എന്ന് പറയുന്നത് ഹം എന്ന് പറയുന്ന പുഷ്പം കൊണ്ട് ദേവിയെ പൂജിക്കണം. നമ്മുടെ കൗളമാർഗത്തില് എങ്ങനെയാ ദേവിയെ ആ ഒരു ബാഹ്യമായിട്ട് ശ്രീചക്രത്തിൽ പൂജിക്കണം, അതുപോലെ തന്നെയാണ് സമയമാർഗത്തില് ദേവിയെ അകത്ത് പൂജിക്കുന്നത്. നമ്മള് ഈ പറയുന്ന എന്താ പറയാ മഹി മൂലാധാര എന്ന് പറയുന്ന ആ ഒരു സൗന്ദര്യലഹരി ശ്ലോകം പഠിക്കുമ്പോൾ എങ്ങനെയാണ് ദേവിയെ ഓരോ ചക്രത്തിലിരുത്തി ദേവിക്ക് വേണ്ടത് കൊടുത്ത് ധൂപദീപ നൈവേദ്യങ്ങൾ കൊടുത്ത് അമ്മയെ വിശുദ്ധി ചക്രത്തിൽ കൊണ്ടിരുത്തി അമ്മയെ എല്ലാ ചമ്പകാശോക പുന്നാക സൗഗന്ധികമായിരിക്കുന്ന എല്ലാ പൂക്കളെയും കൊണ്ട് പൂജിച്ച് അമ്മയെ ആജ്ഞാചക്രത്തിൽ കൊണ്ടിരുത്തി ധൂപം കൊടുത്ത് ദീപാരാധന ചെയ്ത് മനോലയ കർപ്പൂര നീരാഞ്ജനം സമർപ്പയാമി എന്ന് പറഞ്ഞ അമ്മയെ ആജ്ഞാചക്രത്തിൽ ഇരുത്ത് പൂജിച്ച് നമസ്കരിച്ച് എന്ന് വേണം. അവിടെ മനസ്സ് ഇല്ലാതായി തീരുകയാണ്. അമ്മയില് നമ്മൾ സമർപ്പിക്കുകയാണ്. ഒരു പൂജകൻ അല്ലെങ്കിൽ ഒരു സാധകൻ അവന്റെ മനസ്സിനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളേ? അവിടെ ദേവി മാത്രം. അപ്പൊ ആ അഹം എന്നുള്ള ഓംകാര സ്വരൂപമായിട്ട് 2 ദളങ്ങളില് അകാരവും സകാരവുമായിരിക്കുന്ന ശിവശക്തികൾ പ്രത്യക്ഷപ്പെട്ട് അവര് ഗുരുരൂപത്തിൽ വന്ന് ഈ ജീവനെ മുകളിൽ സഹസ്രാരത്തിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നുള്ളത് ഉറപ്പാണ്. ഇന്നിപ്പോ എനിക്ക് ഇത് ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മൾ ദിവസവും സങ്കല്പിക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്ന ശ്രീചക്രത്തിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ബൈന്ധവം ബ്രഹ്മരന്ധ്രേജ മസ്തകം ത്രികോണകം എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ബൈന്ധവ സ്ഥാനം എന്ന് പറയുന്ന ബ്രഹ്മരന്ധ്രം എന്താണ്? ബിന്ദുവാണ്. മസ്തകം എന്ന് പറയുന്നത് ത്രികോണമാണ്. ശ്രീചക്രത്തിലെ ബിന്ദു സ്ഥാനത്തെ ശിരസിലെ ബ്രഹ്മരന്ധ്രമായിട്ടും ആദ്യത്തെ ത്രികോണത്തെ മസ്തകമായിട്ടും അതിന് താഴെയുള്ള അഷ്ടാരത്തെ ലലാട സ്ഥാനമായിട്ടും അന്തർദശാരത്തെ ഭ്രൂമത്യമായിട്ടും ബഹിർദശാരത്തെ കണ്ഠമായിട്ടും ചതുർദശാരത്തെ ഹൃദയസ്ഥാനമായിട്ടും പ്രഥമ വൃത്തത്തെ കുക്ഷിയായിട്ടും അഷ്ടദള പത്മത്തെ നാഭി ആ ഒരു വൃത്തത്രയത്തെ അരക്കെട്ടായിട്ടും തൃതീയ വൃത്തത്തെ മൂലാധാര സ്ഥാനമായിട്ട് ഭൂപരത്തിലെ 1ാമത്തെ ചതുരം മുട്ടുകളായിട്ടും 2ാമത്തെ കണങ്കാലുകള് 3ാമത്തേത് പാദങ്ങള് ത്രിവലയത്തിലെ 3 വലയങ്ങള് ചുരുക്കത്തിൽ നിവർന്നു നിൽക്കുന്ന ഒരു മനുഷ്യ ശരീരമാണ് ശ്രീചക്രം. ഇത് നമ്മൾ പൂജിക്കുന്നത് വെളിയിലിരിക്കുന്ന ദേവിയല്ല, പ്രതിബിംബങ്ങളാണെന്ന് കണ്ടു അല്ലെ? ബിംബമായിരിക്കണ ഈ പറയുന്ന എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ഒരു ചൈതന്യം അല്ലെങ്കിൽ ഒരു വെളിച്ചം നമ്മുടെ ഉള്ളിലുണ്ട്. ആ വെളിച്ചത്തിന്റെ പ്രതിബിംബമാണ് ഈ കാണപ്പെടുന്ന നാമരൂപങ്ങളും പ്രപഞ്ചവും നമ്മളും എല്ലാം. ആ വെളിച്ചത്തിന്റെ ഒരു ചെറിയ തുണ്ടാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവൻ. അപ്പോ സ്വയം പ്രകാശിക്കാൻ കഴിവുള്ള വേറെ അതിന് എന്താ പറയാ സ്വയമേ പ്രകാശിക്കുന്ന വേറെ ഒരു എന്താ പറയാ ഉപാധികളുടെ ആവശ്യമില്ലാതെ പ്രകാശിക്കുന്ന ഒരു ചൈതന്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ വെളിയില് ശ്രീചക്രത്തിൽ അല്ലെങ്കിൽ ബിംബത്തില് ദേവിയുടെ വിഗ്രഹത്തിലെല്ലാം തന്നെ നമ്മൾ കാണപ്പെടുന്ന ചൈതന്യം നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് അവിടെ പ്രകാശിക്കാൻ കാരണം? ഇവിടെ എന്റെ ഉള്ളിലിരിക്കുന്ന ഈ ബിംബമാണ് പ്രതിബിംബമായിട്ട് കാണപ്പെടുന്നത്. പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും പ്രതിബിംബങ്ങളാണ്. ഏകമായിരിക്കുന്ന ഒരു ചൈതന്യം മാത്രമാണ് ബിംബമായിരിക്കുന്നത്. അതിന്റെ നാമരൂപങ്ങൾ ആയിരം കോടി പ്രതിബിംബങ്ങളാണ് നാമരൂപങ്ങളായിട്ട് വ്യത്യസ്ത രൂപങ്ങളായിട്ട് ജീവജാലങ്ങളായിട്ട് ഈ പ്രകൃതിയിൽ വർത്തിക്കുന്നത്. ഈ സത്യത്തെ ഒരു ലളിതാ ഉപാസകൻ, ഒരു ശ്രീവിദ്യ ഉപാസകൻ അവന്റെ മന്ത്രത്തിലൂടെ ഈ ഒരു ശ്രീചക്ര ഉപാസനയിലൂടെ
അവന്റെ എന്താ മഹാമന്ത്രമായിട്ട് ഈ പ്രകൃതി രൂപമായിട്ടിരിക്കുന്ന ഇത്രയും ദേവതമാര് ഇരിക്കുന്ന ഈ ശ്രീചക്രത്തെ ഉപാസിച്ചുകൊണ്ട് തന്റെ ശരീരമാണ് ശ്രീചക്രമെന്ന വ്യക്തമായിരിക്കുന്ന ബോധത്തോടു കൂടി അവന്റെ ബൈന്ദവ സ്ഥാനത്ത് ഈ മഹാപീഠത്തെ കണ്ടുകൊണ്ട് തന്റെ ഹൃദയസ്ഥാനത്ത് ചിന്താമണി ഗ്രഹത്തെ കണ്ടുകൊണ്ട് അവിടെ ബ്രഹ്മാസനത്തിൽ ഇരിക്കുന്ന സാക്ഷാൽ ലളിതാ മഹാത്രിപുര സുന്ദരി എന്റെ അമ്മയാണ്, എന്റെ മാതൃഭാവത്തോടു കൂടി ശ്രീ മാതാ എന്ന് വിളിക്കുമ്പോൾ എന്റെ അമ്മയാണ് എന്നുള്ള പൂർണ്ണ എന്താ പറയാ ആ ഉറപ്പോടുകൂടി ദേവിയെ ദിവസവും രാവിലെ മുതൽ 24 മണിക്കൂറും അമ്മയെ ഭജിക്കുന്ന ഒരു ശ്രീവിദ്യ ഉപാസകൻ കാലക്രമേണ ശ്രീവിദ്യയായിട്ട് തീരുന്നു. ദേവിയുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് സാലോക്യമുക്തിയെ പ്രാപിക്കുന്നു. സാരൂപ്യത്തെ അമ്മയുടെ രൂപത്തെ കിട്ടുന്നു. സാമീപ്യമുക്തി കിട്ടുന്നു. അമ്മയുടെ അടുത്തിരിക്കുന്നു. നമ്മുടെ ദേവി നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ നമ്മുടെ അടുത്താ അല്ലെ. ഇനി എവിടെ പോയിട്ടാ നമ്മൾ അടുക്കേണ്ടത്? പുറത്താണോ? തീർത്ഥസ്ഥാനങ്ങളിലോ ക്ഷേത്രങ്ങളിലോ അല്ല. നമ്മുടെ അമ്മ നമ്മുടെ കൂടെ നമ്മുടെ ഹൃദയപത്മത്തിലിരിക്കുന്നു. ആ ജീവൻ ചേർന്നിരിക്കുന്നു അമ്മയുമായിട്ട് അല്ലെ. സാമീപ്യ സാരൂപ്യ മുക്തികളെല്ലാം ഇവിടെ ഇപ്പോ ഈ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നേടിക്കൊള്ളണം. ഇതാണ് ശ്രീവിദ്യ ഉപാസനയുടെ അൾട്ടിമേറ്റ്. പിന്നെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. ആ ദേവി ഈ 3 മുക്തി കിട്ടുന്ന ജീവന് കൈവല്യപദപ്രാപ്തി ദേവി കൊടുക്കുന്നു. കൈവല്യം എന്ന് പറഞ്ഞാല് കേവലമായിരിക്കുന്ന ഈ നാമരൂപങ്ങളിൽ നിന്നുള്ള കംപ്ലീറ്റ് ആയിരിക്കുന്ന മുക്തി. അപ്പൊ കേവല നാമരൂപങ്ങളെല്ലാം എന്താണ്? ഒന്നും സ്ഥിരമല്ല. അത് ഒന്നും നമുക്ക് നേടിത്തരാനില്ല. ഇവിടെ ഒന്നും എനിക്ക് നേടാനില്ല. എനിക്ക് നേടേണ്ടത് എന്താണ്? ഈ ഒരു ദേവിയുമായിട്ടുള്ള സായുജ്യം. ആ സായുജ്യ മുക്തിയിലൂടെ ദേവി നമുക്ക് തരേണ്ട കൈവല്യമാണ്. ഇതിനെയാണ് മോക്ഷം. ഇപ്പോ ഇവിടെ ഇരുന്ന് ഓരോ ശ്രീവിദ്യ ഉപാസകനും ഇത് നേടിയാല് ഇനി ഒരു ജന്മത്തിലേക്ക് വരേണ്ടി വരില്ല. ഇതിനാണ് നിരന്തരമായിട്ട് മന്യദേവത യജനം നിർത്തിക്കൊണ്ട് പൂർണ്ണമായിട്ട് ദേവിയെ ഉപാസിക്കണം എന്ന് പറയാൻ കാരണം. അപ്പോ ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ശ്രീചക്രമാണ്. അപ്പൊ ശ്രീവിദ്യ മന്ത്രം എന്താണ്? ശരീരത്തെ ചലിപ്പിക്കാനായിട്ട് ഒരു ശക്തി വേണം ഇല്ലേ? ഒരു യന്ത്രത്തിനകത്ത് ഈ ഒരു മൊബൈലിനകത്ത് സിം കാർഡ് ഇടണം. അതുപോലെ ശരീരം എന്താ? ഇത് ജഡശരീരമാണ്. വെറും ഒരു സപ്തധാതുക്കളും ഈ പറഞ്ഞ ജീവനും ചേർന്നതാണ് ഈ ശരീരം. ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു യന്ത്രം, അതിൽ കൊടുക്കുന്ന എനർജി, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നതാണ് മന്ത്രം. ഇതിനെ രണ്ടിനെയും കൂട്ടിച്ചേർക്കുന്നതാണ് തന്ത്രം. അപ്പോ ശ്രീവിദ്യ മന്ത്രം എന്ന് പറഞ്ഞാൽ ലളിത ഉപാസനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ് ശ്രീവിദ്യ മന്ത്രം. ഈ 15 അക്ഷരം ചേർന്ന മന്ത്രമാണ്. ഇതില് ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിയായിട്ട് മൂലാധാരത്തിലെ കുണ്ടലിനിയായിട്ട് കുണ്ടത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ദേവി ആ ഒരു 15 അക്ഷരത്തോടു കൂടിയ ശ്രീവിദ്യ മന്ത്രം 3 കൂടങ്ങളിലായിട്ട് ഈ ഒരൊറ്റ മന്ത്രം മാത്രമേ വ്യാപിച്ചു നിൽക്കുന്നുള്ളൂ. 15 അക്ഷരമുള്ള വേറെ ഒരു മന്ത്രവും ഇല്ല. നമുക്ക് ദ്വാദശാക്ഷരി എന്നൊക്കെ പറയുന്ന വേറെ പല പല ഈശ്വരന്മാരുടെ, പക്ഷെ 3 മൂലകൂടത്രയ കളേബര, 3 കൂടത്രയങ്ങളോടുകൂടി 15 അക്ഷരങ്ങളോട് ശരീരഭൂതമായിട്ടിരിക്കുന്ന ഈ പ്രപഞ്ച ശക്തി നമ്മുടെ ശരീരത്തിലെ കുണ്ടലിനിയായിട്ട് കിടക്കുന്ന ശക്തിയെ ഉണർത്താനുള്ള ഒറ്റ മന്ത്രമേ ഉള്ളൂ. ആ മന്ത്രത്തിന്റെ പേരാണ് ശ്രീവിദ്യ മന്ത്രം. അപ്പൊ തന്ത്രശാസ്ത്രം അനുസരിച്ച് ശ്രീവിദ്യ എന്ന് പറയുന്നത് വിദ്യാരാജ്ഞിയായിരിക്കുന്ന ശ്രീചക്രം യന്ത്രരാജനും ആ ഒരു ശ്രീവിദ്യ മന്ത്രം ഏറ്റവും ഉയർന്ന ആ മന്ത്രവുമായിട്ടും കാണപ്പെടുകയാണ്. ഗായത്രിയും ശ്രീവിദ്യയും ഒരേ പൊരുൾ തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ ഇതിന് 3 പാദങ്ങൾ കൊണ്ട് അവസാനിക്കണം. നമുക്കറിയാം ഗായത്രി മന്ത്രം ഓം ഭൂർഭുവസ്വ 3 പാദങ്ങളില്ലേ, അത് 4ാമത്തെ പാദത്തെയാണ് നമ്മൾ തുരീയ പാദം എന്ന് പറയുന്നത്, ചതുർത്ഥ പാദം. അപ്പൊ ആ ചതുർത്ഥ പാദമായിരിക്കുന്ന പൂർണ്ണ രൂപമാണ് ശ്രീവിദ്യ എന്ന് ഭാസ്കരരായർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പൊ ശ്രീവിദ്യ മന്ത്രത്തിന് 3 ഖണ്ഡങ്ങളുണ്ട്. അഗ്നി സൂര്യ സോമ ഖണ്ഡങ്ങളാണിത്. ഓരോ ഖണ്ഡത്തിലും കൂടങ്ങൾ എന്നറിയപ്പെടുന്ന ബീജാക്ഷരങ്ങൾ അടങ്ങിയിരിക്കുന്നു. വാഗ്ഭവകൂടം എന്ന് പറയുന്ന 5 അക്ഷരങ്ങൾ ചേർന്നത് അഗ്നിഖണ്ഡം. കാമരാജകൂടം എന്ന് പറയുന്ന 6 അക്ഷരങ്ങൾ ചേർന്ന സൂര്യഖണ്ഡം. ശക്തികൂടം എന്ന് പറയുന്ന 4 അക്ഷരങ്ങൾ ചേർന്നതാണ് സോമഖണ്ഡം. ഈ 15 അക്ഷരങ്ങളും കൂടിച്ചേരുമ്പോൾ ശ്രീവിദ്യ മന്ത്രമായിട്ട് തീരുന്നു. അപ്പൊ 15 അക്ഷരങ്ങൾ ഉള്ളത് കൊണ്ട് ഇതിനെ പഞ്ചദശാക്ഷരി മന്ത്രം എന്നറിയപ്പെടുന്നു. ദശാക്ഷരി മന്ത്രത്തിനോട് ശ്രീംകാരം ചേർത്താൽ അത് ഷോഡശി വിദ്യയായിട്ട് തീരുന്നു. ഹയഗ്രീവ മഹർഷിയാണ് ഷോഡശി വിദ്യയുടെ ഉപജ്ഞാതാവ്. ശ്രീവിദ്യ മന്ത്രത്തിന് അനേക അർത്ഥതലങ്ങളുണ്ട്, വ്യത്യസ്ത ഉപാസന ക്രമങ്ങളുണ്ട്, ഭേദങ്ങളുണ്ട്. അപ്പൊ ശക്തി ഉപാസന വർണ്ണിക്കുന്ന തന്ത്രങ്ങളെല്ലാം തന്നെ ശ്രീവിദ്യ ഉപാസനയുടെ മഹത്യം എടുത്തെടുത്തെടുത്ത് പറയുന്നുണ്ട്. ലളിതാ ത്രിപുര സുന്ദരിയുടെ ശ്രീവിദ്യ മന്ത്രം ഒരുപാട് തരത്തിൽ കാണപ്പെടുന്നുവെങ്കിലും പ്രധാനമായിട്ട് 15 അക്ഷരങ്ങളുള്ള 2 വിഭാഗങ്ങളാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം 12 ഗുരുക്കന്മാര്, മനു, ചന്ദ്രൻ തുടങ്ങി ശിവൻ വരെ, ക്രോധഭട്ടാരകനായിരിക്കുന്ന ഈ ഒരു യുഗത്തിന്റെ ചര്യാനാഥനായിരിക്കുന്ന ദുർവാസാവ് മഹർഷി വരെ ഒരു മന്ത്രത്തിന്റെ ഉപജ്ഞാതാവാണ്. അങ്ങനെ 12 ഗുരുക്കന്മാരെ പറയുന്നെങ്കിലും
ഈ രണ്ട് പ്രകാരത്തിലുള്ള ശ്രീവിദ്യാ മന്ത്രമാണ് ഇന്ന് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. അതായത് ശിവകാമരാജയുടെ ആദിവിദ്യയും തുടങ്ങുന്നത് കകാരത്തിൽ തുടങ്ങുന്നു. രണ്ടാമത് ലോപാമുദ്രയുടെ ആദിവിദ്യ. കാരണം ഇവിടെ ഹകാരത്തിൽ തുടങ്ങുന്നു. ഹകാരം ശിവനാണ് അല്ലെ. അപ്പോ ആ ഒരു വ്യത്യാസം, രണ്ട് പ്രധാനപ്പെട്ട വിദ്യകൾ മാത്രമാണ് ഇന്ന് ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നത്. ഇപ്പൊ ബീജാക്ഷരങ്ങളെ കണക്കാക്കി പഞ്ചദശിയെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനെ കൂടങ്ങൾ എന്നാ പറയുന്നത്. ആ കൂടത്രയങ്ങളായിരിക്കുന്ന വാഗ്ഭവകൂടം, കാമരാജകൂടം, ശക്തികൂടം എന്നിവയുടെ പ്രതീകങ്ങളായിട്ട് 3 ബീജങ്ങൾ ചേർത്ത ബാലാ ത്രിപുര സുന്ദരിയുടെ മന്ത്രത്തെ അടിസ്ഥാനം. അതുകൊണ്ടാണ് ബാലാ മന്ത്രത്തെ ലഘു ശ്രീവിദ്യ എന്ന് പറയുന്നത്. അപ്പൊ ശ്രീവിദ്യാ മന്ത്രങ്ങളിലെല്ലാം തന്നെ ബാലാ മന്ത്രത്തിന്റെ ബീജങ്ങളാണുള്ളത് 3 കൂടത്തിലും. കാരണം ബാല ഇല്ലാതെ നമുക്ക് ഷോഡശി ഈ പറയുന്ന പോലെ പഞ്ചദശിയോ ഷോഡശിയിലോ എത്താൻ പറ്റില്ല. അപ്പോ ശ്രീചക്രത്തിന്റെ 7ാമത്തെ ആവരണമായിരിക്കുന്ന സർവ്വരോഗഹര ചക്രം എന്ന 8 ത്രികോണങ്ങൾ ചേർന്ന ചക്രത്തില് അപ്രദക്ഷിണ ക്രമത്തിൽ വശന്യാദി വാഗ്ദേവതകൾ വസിക്കുന്നുണ്ട് ഇല്ലേ. ലളിതാ സഹസ്രനാമം രചിച്ചവരാണ് അവര്. ലളിതാദേവിയുടെ ഭക്തന്മാർക്ക് വാക്സാമർഥ്യം കൊടുക്കുന്നത് ഇവരാണ്. ലളിതാ സഹസ്രനാമത്തിന്റെ ദ്രഷ്ടാക്കളാണ് ഇവര്, വശന്യാദി വാഗ്ദേവതകള്. അപ്പോ ആ ഓരോ അക്ഷര സമൂഹത്തിന്റെയും അതിദേവതകളാണ്. നമുക്കറിയാം ഈ പറയുന്ന സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും അല്ലെ. അപ്പൊ ഇതിന്റെ അതിദേവതകളായിട്ട് ലളിതോപാഖ്യാനത്തിൽ എവരെയാണ് പറയുന്നത്? സ്വരാക്ഷരങ്ങള് വശിനി, കവർഗ അക്ഷരങ്ങളുടേത് കാമേശ്വരി, ചവർഗ അക്ഷരം മോദിനി, കവർഗം വിമല, തവർഗം അരുണ, പവർഗം ജൈനി, യാ ര ല വ എന്നത് സർവേശ്വരി, ഷ ഷ സ ഹ ളാക്ഷ ഇത് കൗളിനി. ഇങ്ങനെയാണ് അതിദേവതകളെ പറയുന്നത്. ഒരു വട്ടം പഞ്ചദശാക്ഷരി ജപിക്കുന്നത് 3 വട്ടം പൂർണ്ണ ഗായത്രി ജപിക്കുന്നതിന് തുല്യമാണെന്ന് പറയപ്പെടുന്നു. പൂർണ്ണ ഗായത്രി സാധാരണഗതിയിൽ ബ്രാഹ്മണർക്ക് കിട്ടുന്നതാണ് പൂർണ്ണ ഗായത്രി. നമുക്ക് 4ാം പാദം കൊടുക്കാറില്ല. അതിനെ തുരീയ വിദ്യ എന്നാ പറയുന്നത്. 4ാം പാദം പരോ രജസേ സാവധവും എന്ന് പറയുന്നതാണ് ശ്രീവിദ്യാ മന്ത്രം എന്ന് പറയപ്പെടുന്നു. ഇതുപോലെ ഒരു വട്ടം ലളിത ത്രിശതി ചൊല്ലുന്നത് 20 വട്ടം പഞ്ചദശി ചൊല്ലുന്നതിന് തുല്യമാണെന്ന് പറയാറുണ്ട്. ഇനി ഗുരുമണ്ഡലത്തിൽ നിന്നില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും എന്താ പറയാ ഒരു കുറച്ച് ഭാഗ്യ കുറവുകൊണ്ട് ശ്രീവിദ്യാ മന്ത്രം കിട്ടിയില്ലെങ്കിൽ പോലും ലളിത ത്രിശതി ജപിച്ചാല് 20 പ്രാവശ്യം പഞ്ചദശി ചൊല്ലുന്നതിന് തുല്യമാണ്. കാരണം ഓരോ ബീജാക്ഷരത്തിന്റെയും 20 നാമങ്ങൾ വെച്ച് 300 നാമങ്ങളെയാണ് ത്രിശതി എന്ന് പറയുന്നത്. അപ്പൊ ത്രിശതിയിലെ ഓരോ വരിയും തുടങ്ങുന്നത് പഞ്ചദശിയിലെ ഓരോ അക്ഷരങ്ങൾ വെച്ചിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ 60 വട്ടം ഏകാരം എന്നത് എന്താ പറയാ കകാരം 60 വട്ടം, ഏകാരം 20 തവണ, ഈങ്കാരം 20 തവണ, ഇങ്ങനെ എല്ലാ അക്ഷരങ്ങളിലും 300 പേരുകൾ പറയുമ്പോൾ 20 തവണ ഒരാള് പഞ്ചദശി ജപിക്കുന്നു എന്നർത്ഥം. ഇപ്പൊ ലളിതാ ത്രിശതിയിലൂടെ ലളിതാ സഹസ്രനാമത്തിൽ കൂടെ എല്ലാം തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പഞ്ചദശി എന്ന് പറയുന്ന ദേവിയുടെ മന്ത്രജപമാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ സ്ഥൂല സൂക്ഷ്മ തലങ്ങളിലെ സാധകനും ദേവിയും ഒന്നായിട്ട് മോക്ഷപ്രാപ്തിക്ക് ഏറ്റവും എളുപ്പമായ സാധനാ പദ്ധതിയാണ് നമ്മള് ശ്രീവിദ്യ എന്ന് പറയുന്നത്. കാരണം ശരീരം ശ്രീചക്രം, ഇതിനകത്തിരിക്കുന്ന പ്രവർത്തിപ്പിക്കുന്ന ആ ഒരു കുണ്ടലിനിയായിരിക്കുന്ന പ്രാണശക്തി ദേവി, സഹസ്രാരത്തിലെ ശിവൻ. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അവിടെ ഇരിക്കുന്ന ശിവ കുടുംബം മുഴുവനും തന്നെ, മൂലാധാരത്തിൽ ഇരിക്കുന്ന ഗണപതി തന്റെ അമ്മയായിരിക്കുന്ന പരാശക്തിയെ ആ ത്രികോണത്തിൽ നിന്ന് അധോമുഖിയായിട്ടിരിക്കുന്ന ആ ഒരു സ്വർണവർണ്ണമുള്ള സ്വയംഭൂലിംഗത്തിൽ തന്റെ ആ ഒരു വായ അമർത്തി കിടക്കുന്ന കുണ്ടലിനിയായിരിക്കുന്ന ദേവിയെ ഉണർത്തിക്കൊണ്ട്, അതിന് ഗണപതിയുടെ അനുഗ്രഹം വേണം. ആ ഗണപതിയുടെ അനുഗ്രഹം കൊണ്ട് ദേവി എന്താ പറയാ ആ സ്വർണലിംഗത്തിൽ നിന്ന് മുകളിലേക്ക് തന്റെ ശിരസ് ഉയർത്തിക്കൊണ്ട് തടില്ലതാ സമരുചിയെ പോലെ ഷഡ്ചക്രങ്ങളെ ഭേദിച്ചുകൊണ്ട് അമ്മയെ പോകാനായിട്ട് ആദ്യം ഗണപതി ഉപാസന സഹായിക്കുന്നു. രണ്ടാമത് സുബ്രഹ്മണ്യൻ അനുഗ്രഹ സ്വരൂപമായിട്ട് 6 ചക്രങ്ങളെയും ഭേദിച്ചു കൊണ്ടുപോയി ആ ഒരു ആജ്ഞാചക്രത്തിലെത്തുന്ന ആ ജീവന് അനുഗ്രഹ സ്വരൂപമായിട്ട് 6 തലങ്ങൾ, 6 മുഖം, ഷൺമുഖൻ, ശരവണ ഭവായ നമ. ഭഗവാൻ 6 മുഖങ്ങളാണ് അല്ലെ. 6 തലങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് ആ ഒരു ചണ്ഡിക ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന സത്വ രജസ് തമോ ഗുണങ്ങൾ അടങ്ങിയ ശ്രീവിദ്യ ഉപാസനയിൽ 3 ഗുണങ്ങളെ അതിക്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലെ. അപ്പൊ ആ 3 ഗുണസ്വരൂപിണിയായിരിക്കുന്ന സാക്ഷാൽ മഹാചണ്ഡിക. ഇപ്പൊ ചാമുണ്ടായി വിച്ച എന്ന് പറയുന്ന മഹാമന്ത്രം കൊണ്ട് മണിപൂരക ചക്രത്തെ ശുദ്ധമാക്കിക്കൊണ്ട് ക്ലീംകാരമാകുന്ന ആ മന്ത്രം, അതായത് കൃഷ്ണമന്ത്രം, ഗോപാലസുന്ദരിയെ ഉപാസിച്ചുകൊണ്ട് നമ്മള് ആ ഒരു ഗുരുവിൽ എത്തിച്ചേരുകയാണ്. ദത്താത്രേയൻ, ആ ദത്താത്രേയൻ ആ ജീവനെ ശുദ്ധമാക്കിക്കൊണ്ട് ആജ്ഞാചക്രത്തിൽ ശിവമന്ത്രത്തിൽ എത്തിച്ചേർക്കുകയാണ്. ഇത്രയാണ് സാധാരണ പ്രകൃതി ചെയ്യുന്നത്. പ്രകൃതിയെ അതിക്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആജ്ഞാചക്രം എത്തുമ്പോ പ്രകൃതിയെ കഴിഞ്ഞു വീണ്ടും നമ്മൾ ആ ഒരു പൂർണ്ണമായിരിക്കുന്ന ശിവപദ പ്രവേശനം, കൈലാസ പ്രവേശനമാണ് നടത്തുന്നത്. ആജ്ഞാചക്രം കൈലാസത്തിന്റെ പ്രാന്തപ്രദേശമായിട്ട് കാണാൻ നമുക്ക് ലലാടമാണ് കൈലാസം എന്ന് പറയുന്നു.
ഹൈന്ദവ സ്ഥാനം എന്ന് പറയുന്നത് കൈലാസത്തിന്റെ ഏറ്റവും ഉയർന്ന ശൃംഗമാണ്. ഇപ്പൊ 3 ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരുടെ ശൃംഗങ്ങളെ കഴിഞ്ഞ് ഏറ്റവും അല്ലെ ആ ഒരു എന്താ പറയാ 15 തത്വങ്ങളെ നമ്മൾ അതിക്രമിച്ചെങ്കിൽ മാത്രമേ ഏറ്റവും ഉയർന്ന കൈലാസ അഗ്രത്തില് ഇരിക്കുന്ന ശിവശക്തി ഐക്യരൂപിണിയായിരിക്കുന്ന ദേവിയെ നമുക്ക് ഒരു ജീവന് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അപ്പോ നമ്മള് പഞ്ചദശി ജപിക്കുമ്പോൾ തന്നെ നമ്മള് സൂക്ഷ്മ തലത്തിൽ നിന്ന് ആ ഒരു സ്ഥൂല തലത്തിൽ നിന്ന് സൂക്ഷ്മതലത്തിലെ സൂക്ഷ്മതമമായിരിക്കുന്ന ഒരു തലത്തിലേക്കാണ് ദേവി കൊണ്ടുപോകുന്നത്. സൂക്ഷ്മതമം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന സട്ടിലസ്റ്റ് എന്ന് പറയുന്ന പോലെ അവിടെ ചെന്ന് ജീവൻ ദേവിയുമായിട്ട് ലയിക്കുകയാണ് അവിടെ നടക്കുക. ഏറ്റവും എളുപ്പമായിട്ട് ഈ ശ്രീവിദ്യ ഉപാസന നമുക്ക് തരുന്നത് ശരീരം ശ്രീചക്രമായിട്ടും ഈ മന്ത്രത്തെ നമുക്കൊരു ഉപാധിയായിട്ടും കണ്ടുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മം, സൂക്ഷ്മതരം, സൂക്ഷ്മതമമായിട്ട് ആ ജീവൻ ശരീരം വിടുമ്പോൾ ദേവിയുമായിട്ട് ഒന്നിച്ചു ചേരുക എന്നുള്ള പൂർണ്ണമായിരിക്കുന്ന മോക്ഷ ഫലപ്രാപ്തിയാണ് തരുന്നത്. എന്തിനാണ് നാം ദേവി എന്ന് വിളിക്കുന്നത്? എന്താണ് ശ്രീവിദ്യ ഉപാസന? സരളമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ആ വാക്കിന് കാരണമായിരിക്കുന്ന ശക്തിയാണ് നമ്മൾ ദേവി എന്ന് പറയുന്നത്. ഒന്നുകൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഏത് വിദ്യ കൊണ്ടാണോ ശരീരാവസ്ഥയിൽ തന്നെ മനുഷ്യന് ദോഷങ്ങൾ അസ്തമിച്ച് സംതൃപ്തിയും ആനന്ദവും അനന്തമായിരിക്കുന്ന സത്യത്തിന്റെ അനുഭവം ഉണ്ടാകുന്നത്, ആ വിദ്യയാണ് ദേവി. അപ്പൊ ശരീരം, മനസ്സ്, ഇന്ദ്രിയം, അഹങ്കാരം ഇവ ചേർന്ന മായയിൽ ജീവിക്കുന്ന മനുഷ്യനെ തരണം ചെയ്യിക്കാനുള്ള ദേവിയെ താര എന്ന് നമ്മളിപ്പോ കണ്ടു. അപ്പൊ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നു, എനിക്ക് ദേവിയുടെ പേര് തന്നെ അറിയില്ല. കാരണം എല്ലാത്തിനും കാരണമായിരിക്കുന്ന ഒരാളെ ഞാൻ എന്ത് പേര് പറഞ്ഞു വിളിക്കും? ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നു, സൃഷ്ടികർത്തി ബ്രഹ്മരൂപ, ഗോപ്ത്രി ഗോവിന്ദ രൂപിണി, സംഹാരിണി രുദ്രരൂപ, തിരോധാനകരി ഈശ്വരി, സദാശിവ അനുഗ്രഹത. ദേവിയുടെ പഞ്ചകൃത്യങ്ങളും അതിൽ വന്നു കഴിഞ്ഞു. അമ്മ ഇരിക്കുന്ന പഞ്ചബ്രഹ്മാസനം എന്താണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു ഇല്ലേ? അപ്പോ സൃഷ്ടി, സ്ഥിതി, സംഹാര, തിരോധാന അനുഗ്രഹങ്ങൾ ചെയ്യുന്ന ഈ ദേവിയെ എന്ത് പറഞ്ഞാ വിളിക്കേണ്ടത്? സർവഗ അല്ലെ? എല്ലാത്തിലും നമ്മൾ പറയില്ലേ ദേവി ജഗന്മാതൃകെ. അപ്പം ശ്യാമളാ ദണ്ഡകത്തിൽ പറയുന്നുണ്ട്, അല്ലയോ ദേവി, ഹേ ജഗന്മാതൃകെ, പാഹിമാം പാഹിമാം പാഹിമാം, എന്നെ രക്ഷിച്ചാലും രക്ഷിച്ചാലും രക്ഷിച്ചാലും, തുഭ്യം നമോ തുഭ്യം നമോ തുഭ്യം നമോ. എന്താ എടുത്തെടുത്ത് ഈ പറയാൻ കാരണം? ഈ അമ്മയെ എനിക്ക് ഒരു പേരും വിളിക്കാനില്ല. ശ്യാമള എന്ന് വിളിക്കാം, വാരാഹി എന്ന് വിളിക്കാം. എല്ലാത്തിനും കാരണമായിരിക്കുന്ന, മൂല കാരണമായിരിക്കുന്ന അമ്മയെ ഞാൻ എന്ത് പറഞ്ഞു വിളിക്കും? എനിക്കൊന്നേ ഉള്ളൂ, ജഗൻ മാതൃകയെ. 51 അക്ഷരത്തിന്റെ രൂപത്തിലിരിക്കുന്ന അല്ലയോ അമ്മേ, എന്റെ വാക്കും എന്റെ ശബ്ദവും എന്റെ നാദവും എന്റെ ശരീരവും എല്ലാം അമ്മ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അമ്മയെ വേറെ ഒന്നും വിളിക്കാനില്ല. അല്ലയോ ജഗൻ മാതൃകയെ, പാഹിമാം, പാവപ്പെട്ട ഈ മകളെ, ഈ കുഞ്ഞിനെ രക്ഷിച്ചാലും പാഹിമാം, എന്നെ രക്ഷിക്കൂ എന്ന് വിളിക്കുകയാണ്. ഓരോ ജീവനും ഈ സംസാര സാഗരത്തിൽ വീഴുമ്പോ അമ്മയെ വിളിച്ച് കരയുകയാണ് നമ്മൾ അല്ലേ? അപ്പോ ദേവിക്കായി നമസ്കാരം, തുഭ്യം നമ എന്ന് പറഞ്ഞ അമ്മയെ ഞാനിതാ നമസ്കരിക്കണു. ദീർഘദണ്ഡ നമസ്കാരം. കാരണം ദണ്ഡം പോലെ, വടി പോലെ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീകൾക്ക് അത് പറഞ്ഞിട്ടില്ല, പുരുഷന്മാർക്കാണ്. എന്തുകൊണ്ടാ ഈ പറഞ്ഞ അഷ്ടാംഗ നമസ്കാരം സ്ത്രീകൾ ചെയ്യണം? കാരണം അവൾക്ക് ഗർഭപാത്രമുണ്ട്, ഒരു അമ്മയാണ്. ഗർഭം എന്ന് പറയുന്നത് ഒരു ജീവനെ പുറത്തു കൊണ്ടുവരുന്ന സ്ഥലമാണ്. അവിടെ ഒരു മാജിക്കൽ പവറാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ? ഒരു ബീജത്തെ സ്വീകരിച്ച് 9 മാസം കൊണ്ട് അതിനെ പൂർണ്ണമായിരിക്കുന്ന വേറൊരു ജീവനാക്കി പുറത്തു കൊണ്ടുവരാൻ ഒരു സ്ത്രീക്ക് മാത്രമേ കഴിയൂ. അതാണ് ജഗദംബിക ചെയ്യുന്നത്. ഈ ചരാചരങ്ങളെ പ്രസവിത്രി പ്രചണ്ഡാത്മാ, അമ്മ പ്രസവിക്കുന്നു. അമ്മയുടെ പ്രസവം എന്ന് പറയുന്ന മഹായോനിയിലൂടെ കടന്നു വരുന്ന ഓരോ ജീവാത്മാക്കളുമാണ്. ഈ ജീവനാണ്, ഈ ജീവനുകളാണ് ഈ പ്രപഞ്ചത്തില് എന്താ പറയാ ഞാന് എന്റേത് എന്ന് പറഞ്ഞ് മാറുന്നത്, അമ്മയെ മറന്നു പോണത്. അപ്പൊ ദേവി നമസ്കരിച്ചുകൊണ്ട് തന്റെ 8 അംഗങ്ങളും തന്റെ ആ സ്ത്രീകൾ തന്റെ സ്തന്യം കൊടുക്കുന്ന ആ ഭാഗം ഇല്ലെങ്കിൽ യോനി ഭാഗമൊന്നും ഭൂമിയിൽ സ്പർശിക്കേണ്ട ആവശ്യമില്ല. കാരണം മേദിനിയെക്കാളും ഉയർന്നതാണ് സ്ത്രീയുടെ സങ്കല്പം. അതുകൊണ്ടാണ് സ്ത്രീ എന്ന് പറയുന്ന ജഗദംബികയ്ക്ക് ഇത്രയും പ്രാധാന്യം. അമ്മയില്ലെങ്കിൽ പ്രപഞ്ചം ഇല്ല. അപ്പൊ ദേവിയെ പൂർണ്ണമായിട്ട് തുഭ്യം നമോ, ഞാനിതാ ശരണാഗതി ചെയ്തിരിക്കുന്നു അമ്മേ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട്, എന്താ ശരീരം ഉള്ളപ്പോഴേ നമുക്ക് ഇങ്ങനെ സമർപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെ? ഈ ശരീരം ഉള്ളപ്പോൾ തന്നെ ഇത് ചെയ്തോളണം. ഈ രക്ഷ നേടുന്നതിന് വേണ്ടിയാണ് അമ്മയെ നമ്മൾ ആശ്രയിക്കുന്നത്. ശരീരവും മനസ്സും ബുദ്ധിയും പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിൽ നിൽക്കുമ്പോൾ, നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുമ്പോൾ, അത് അന്യകാര്യത്തിന് വേണ്ടി അന്യദേവതമാരെ ഉപാസിക്കാൻ കളയാതെ പൂർണ്ണമായിട്ട് ദേവിയെ ശരണാഗതി ചെയ്യുന്ന ഒരു ജീവൻ, അവൻ ശ്രീവിദ്യ ഉപാസകനായാലും അല്ലെങ്കിലും ഇല്ലെങ്കിൽ ഈ സത്യത്തെ അറിഞ്ഞ് ഉപാസിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് അവൻ ഈ ജന്മത്തിൽ ഇപ്പൊ ഇവിടെയാണ്, മോക്ഷം മരണശേഷമല്ല. അപ്പൊ സ്വരൂപത്തെ അറിഞ്ഞ് സ്വധർമ്മത്തെ ചെയ്യുമ്പോഴാണ് വിദ്യാസ്വരൂപിണിയായിരിക്കണ ദേവിയെ മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന് അറിയുന്നതിനുള്ള മാർഗമാണ് ഈ ദേവി ഉപാസന. കർമ്മം ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും ഒരേ ആളാണ് അല്ലെ? ആ സത്യം അറിയാനുള്ള വഴി അതാണ്. മുക്തി എന്നത് നേടിയെടുക്കാനുള്ളതല്ല,
അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് എന്ന് പറയാൻ കാരണം. അതാണ് ബോധം എന്ന് പറയുന്നത്. അപ്പൊ തപസ് എന്നത് ഗുഹയിലോ കാട്ടിലോ പോയി ഇരിക്കലല്ല. ഞാൻ എവിടെ നിന്ന് വരുന്നു എന്ന് അറിഞ്ഞ് ശുദ്ധമായിരിക്കുന്ന ആ സ്രോതസ്സിനെ തപസ്വികൾ അറിയുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരിടത്തോട്ടും പോണ്ട. തപസ് എന്നത് ആ മൂലത്തിൽ അടങ്ങലാണ്. ശ്രീ മാതാ തുടങ്ങി ശിവശക്തി ഐക്യ രൂപിണി എന്ന് അവസാനിക്കുന്ന സഹസ്രനാമത്തിലൂടെ അമ്മയിലൂടെ അച്ഛനെ അറിയാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ ശിവയിലൂടെ ശിവ സായുജ്യം, നാദം, ബിന്ദു, കല ഇവയിൽ ബിന്ദു സ്ഥാനത്തിലിരിക്കുന്ന ഞാൻ എന്ന ഭാവത്തെ നശിപ്പിച്ചുകൊണ്ട് ആ ശിവ സായുജ്യം നേടാനുള്ള മാർഗമാണിത്. ഉറങ്ങുന്നതിനും എണീക്കുന്നതിനും സ്മൃതിക്കും ബുദ്ധിക്കും എല്ലാത്തിനും കാരണഭൂതയായിരിക്കുന്ന ദേവിയാണ് നമ്മൾ ഓരോരുത്തരും. ഇല്ലെങ്കിൽ നമുക്ക് അത്രയും വിചാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നിൽ ഇരിക്കണ എൻ്റെ അമ്മ, ഇതെല്ലാം അമ്മയാണ്. അപ്പോ ഈ കാണപ്പെടുന്ന പ്രപഞ്ചം ദേവിയുടെ പ്രത്യക്ഷ സ്വരൂപമാണ്. സാധന ചെയ്യുന്നത് ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ വേണ്ടത് എന്തിനാണോ എങ്ങനെയാണോ നാം ആശ്രയിക്കുന്നത് ആ ശക്തിയിലുള്ള ശരണാഗതിയാണ്. എനിക്ക് മുക്തിക്കുള്ള ആഗ്രഹമില്ലമ്മേ, സ്വത്ത് സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹമില്ല, അറിവ് നേടണം എന്നുള്ള ആഗ്രഹമില്ല, സ്ത്രീസുഖം പുരുഷസുഖം ഒന്നും വേണ്ട, ഈ ഒന്നിനുമുള്ള ആഗ്രഹം എനിക്കില്ല. ഇനി എനിക്ക് ജനിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല. എന്റെ മൂലസ്ഥാനമായിരിക്കുന്ന എന്റെ അച്ഛനും അമ്മയും ബന്ധുവും എല്ലാമായിരിക്കുന്ന ശക്തിയെ ആശ്രയിച്ചുകൊണ്ട് ത്വമേവ മാതാച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഹാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ മാതാച പാർവതീ ദേവി പിതാദേവോ മഹേശ്വര. ഏത് രീതി പറഞ്ഞാലും അമ്മയെ ആശ്രയിച്ചുകൊണ്ട്, എൻ്റെ അച്ഛനും അമ്മയും ബന്ധുവുമാരാ, അമ്മ തന്നെയാണ് അല്ലെ, ആ പേര് ജപിച്ചുകൊണ്ട് ആനന്ദമായിട്ട് ഞാൻ ഇരുന്നു കൊള്ളാം. ഈ ഒരു ബോധം എന്നിൽ നിന്ന് എടുത്തു മാറ്റരുതേ, എനിക്ക് അത് മാത്രം തരൂ. ഇതാണ് ദേവി ഉപാസന. ഒരു കൊച്ചു കുഞ്ഞ് പൂർണ്ണ കോൺഫിഡൻസോടുകൂടി അല്ലെ, വേറെ ഒന്നും ചിന്തിക്കില്ല, എവിടെ പോയാലും അമ്മയുടെ ആ കുഞ്ഞു വിരല് പിടിച്ച് എങ്ങനെയാണോ നടന്ന് നീങ്ങുന്നത് അതുപോലെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ആ ഇച്ഛാശക്തി അമ്മയുടെ ആ കയ്യിൽ പിടിച്ച്, അമ്മയുടെ ഇച്ഛയാണ്, ഇനി എനിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വന്നോ അതെന്റെ കർമ്മ ഫലമാണ്, പക്ഷെ ഈ കുഞ്ഞു വിരല് അമ്മയുടെ കൈ ഞാൻ വിടില്ല എന്നുള്ള പൂർണ്ണ എന്താ പറയുക വിശ്വാസത്തോടുകൂടി ശരണാഗതിയോടുകൂടി അത് ആരാലും മാറ്റാൻ പറ്റാതെ നടന്നു നീങ്ങുന്ന ഒരു ജീവൻ അവസാനം തീർച്ചയായിട്ടും ആ അമ്മ തന്നെ സ്വീകരിച്ച് ആ ജീവനെ നമ്മൾ എങ്ങനെ സമർപ്പിക്കുന്നു അതുപോലെ അമ്മ സ്വീകരിച്ച് എത്തേണ്ടടുത്തായിരിക്കുന്ന മോക്ഷപദമായിരിക്കുന്ന ശിവ സായുജ്യം കൊടുക്കും എന്നുള്ളതിന് സംശയമില്ല. തർക്കമറ്റ സംഗതിയാണിത്. അപ്പൊ ഇന്ന് ഈ ലളിതാ ത്രിപുര സുന്ദരി എന്ന് പറയുന്ന ആ ഒരു മൂന്നാമത്തെ മഹാവിദ്യയായിരിക്കുന്ന ദേവിയുടെ തത്വമാണ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞത്. ഈ തത്വം തത് ത്വം എന്നുള്ള ആ ഒരു ബോധത്തിൽ നിന്നുകൊണ്ട് അതും ഞാനും തത്വമസി മഹാവാക്യം ആ ഒരു അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഭാവത്തിൽ ഇന്ന് ഇപ്പോഴും മോക്ഷത്തെ കരഗതമാക്കിയവരാണ് നമ്മളെല്ലാം എന്നറിഞ്ഞ് ആ ഒരു നിറവോടുകൂടി ദേവിയെ ഉപാസിക്കാൻ ആ പൂർണ്ണമായിരിക്കുന്ന ഗുരുപരമ്പരയുടെയും ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ മഹാവിദ്യയെ ദേവി പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നിവിടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത ദിവസം ആ ഭുവനേശ്വരിയെ കണ്ടു മഹാഭൈരവിയായിരിക്കുന്ന ദേവി എന്ന് പറയുന്ന മഹാവിദ്യയെ കാണാം. ഇന്നിവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.